സ്വാഗതം. നമുക്ക് തുടങ്ങാം. ചോദ്യങ്ങളെ ചോദ്യം ചെയ്യാം. എന്നാൽ അപ്രിയമായിട്ടുള്ള ചില കാര്യങ്ങൾ പറയാനുള്ളൊരു അവസരം കൂടിയാണ്. കാരണം അടുത്തെങ്ങും ഒരു തെരഞ്ഞെടുപ്പില്ല, ധൈര്യമായിട്ട് പറയാം. ആദ്യമായിട്ട് ചോദിക്കട്ടെ, ഞങ്ങൾ ഇന്ന് ഈ കോൺക്ലേവ് തുടങ്ങിയത് വ്യോമയാന മന്ത്രിയുടെ അഡ്രസ്സോട് കൂടിയാണ്. അപ്പോൾ ഞങ്ങളതിന് കൊടുത്തിരുന്ന പേര് ടേർബുലൻസ് ആൻഡ് ടേക്ക് ഓഫ്, ടേർബുലൻസ് ടേക്ക് ഓഫ് എന്നാണ്. അപ്പോൾ ടേർബുലൻസ് ടേക്ക് ഓഫ് എന്ന് പറയുന്നതിൻ്റെ ഈ മന്ത്രിസഭയുടെ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ ശരിക്കും ആ ടേർബുലൻസിൻ്റെ ഒരു കാലം കഴിഞ്ഞോ, പിന്നെ ഇടയ്ക്ക് വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടൊരു എയർ പോക്കറ്റിൽ പെട്ടു. അത് കഴിഞ്ഞിട്ട് ഇപ്പം ടേക്ക് ഓഫ് ചെയ്യാനുള്ളൊരു സമയമായി, ഏതാണ്ട് 100 ദിവസത്തോട് അടുക്കുകയാണ്. ഈ 100 ദിവസക്കാലം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ കഴിഞ്ഞ 2 വർഷക്കാലമായി പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് നടത്തിയ തയ്യാറെടുപ്പുകൾ. ആ തയ്യാറെടുപ്പുകളെ യാഥാർത്ഥ്യമാക്കി ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹോംവർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ സൈലൻ്റ് ആയിട്ടുള്ള വർക്കാണ്, വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നടത്തിയ പ്രസംഗത്തിലും 6 മാസം ഈ ഗവൺമെൻറ് പൂർത്തിയാക്കി കഴിയുമ്പോൾ അതിൻ്റെ എല്ലാം ഡെലിവറി ഉണ്ടാകുമെന്ന് വളരെ ആത്മവിശ്വാസത്തോടു കൂടി പറയാൻ കഴിഞ്ഞത്. പിന്നെ വിവാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിട്ടൊന്നും ഒരു കാര്യവും കേരളത്തിൽ ചെയ്യാൻ പറ്റില്ല. വിവാദങ്ങളുടെ പുറകെ പോകാനും നമുക്ക് പറ്റില്ല. ഓരോ വിവാദങ്ങൾ ഓരോ തരത്തിലും ഉള്ളതും ഇല്ലാത്തതും വന്നുകൊണ്ടിരിക്കും. വിവാദങ്ങളുടെ കൂടെ പോയാൽ ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചെയ്യാൻ തീരുമാനിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എല്ലാവരുമായിട്ട് സംസാരിക്കുക, നമ്മൾ ബോധ്യപ്പെടുക, തെറ്റുകൾ കറക്റ്റ് ചെയ്യുക. നമുക്കൊരു കൺവിക്ഷൻ ഉണ്ടായി, ഒരു ബോധ്യമുണ്ടായി, ഇത് ചെയ്യണം. ആ തീരുമാനമെടുത്താൽ എന്ത് എതിർപ്പ് വന്നാലും എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ആ കാര്യം ചെയ്തു തീർക്കും നാടിനു വേണ്ടി. പക്ഷെ അന്നേരം ഈ ഹോംവർക്ക് ചെയ്യുകയും ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന കൂട്ടത്തിൽ ഞാൻ ചോദിക്കട്ടെ, ഒരു ഏകാന്തത തോന്നുന്നുണ്ടോ? നമ്പർ 1 പൊസിഷനിൽ ഒരു ഏകാന്തത? ഒരു ഏകാന്തതയും തോന്നുന്നില്ല. കാരണം എന്ന് പറയുന്നത് ഓരോ സമയത്തും ആ ചർച്ചകൾ നടക്കുകയാണ്. നിരന്തരമായ കാര്യങ്ങൾ ഓരോരുത്തരുമായിട്ട് അറിയാൻ ശ്രമിക്കുകയാണ്, മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ ഒരുപാട് പേര് ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് വരുന്നുണ്ട്. അവരുമായിട്ട് അവരുടെ പ്രപ്പോസൽ അവരുമായിട്ട് ഇനീഷ്യൽ ചർച്ച നടത്തും. അവരുടെ പ്രപ്പോസൽ തരാൻ പറയും. ആ പ്രപ്പോസൽ ഞങ്ങൾ രാത്രിയും പകലും എല്ലാം ഇരുന്ന് നോക്കും. ഞങ്ങളുടെ ടീം അത് ചർച്ച ചെയ്യും. പിന്നെ അവരെ ഞങ്ങൾ വിളിക്കും, അവരുമായിട്ടൊരു മീറ്റിംഗ് നടത്തും. അവിടെ വെച്ച് തീരുമാനങ്ങൾ എടുക്കുകയാണ്. ഞാൻ അങ്ങ് ഉദ്ദേശിച്ച ഏകാന്തത എന്നുള്ള വാക്ക് എന്ത് പ്രയോഗമാണെന്ന് മനസ്സിലാക്കാതെ അല്ല ഞാൻ പറഞ്ഞത്. അങ്ങ് ഉദ്ദേശിച്ചത് വേറെയാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ ആ വഴിയെ ട്രാക്ക് ഒന്ന് മാറിപ്പോയതാ. ഒരു പക്ഷേ ഞാൻ എന്റെ ട്രാക്കിലൂടെ കൊണ്ടുപോയതാ. എന്നാൽ ഞാൻ ആദ്യം അത് ഉദ്ദേശിച്ചില്ല. എന്നാൽ ഞാനിപ്പോൾ ഉദ്ദേശിച്ചത് തന്നെ പറയാം. അതായത് ടീം UDF എന്ന് പറയുന്ന ആ പ്രയോഗം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത്, അതിന് പ്രചാരം കൊടുത്തത് VD സതീശൻ എന്ന മുഖ്യമന്ത്രി, അതിനു മുമ്പ് പ്രതിപക്ഷ നേതാവാണ്. പക്ഷെ ഇപ്പം ഈ ടീം UDF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഒരാളെ മാത്രമേ ഞങ്ങൾ കാണുന്നുള്ളൂ. അപ്പം CM ആണോ CEO ആണോ എന്നൊരു സംശയം. ഇതിനകത്ത് അതൊക്കെ ഇലക്ഷൻ എന്ന് പറയുന്നത് ഒരു ഭയങ്കര രസകരമായ ഒരു ആർട്ടാണ് ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ. ഞാൻ ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറഞ്ഞാൽ ഇലക്ഷനിൽ ജയിക്കണം. ഇടയ്ക്ക് തോറ്റൊക്കെ പോകും, പക്ഷെ നിരന്തരം തോറ്റുകൊണ്ടിരിക്കരുത്. ഇലക്ഷൻ ജയിക്കണം. തോറ്റു കഴിഞ്ഞാൽ ജയിക്കാനുള്ള മാർഗം ആലോചിക്കണം, ജയിക്കണം. ആ ജയിക്കാൻ ഇന്ന് ഇന്ത്യയിൽ ഇപ്പോൾ കോൺഗ്രസ് ഒറ്റയ്ക്ക് ഇന്ന് കേരളത്തിൽ ജയിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് കോയലിഷൻ ഉണ്ടായത്. അപ്പോൾ കോയലിഷൻ പോളിറ്റിക്സ് വേറെയാണ്. കോയലിഷൻ പോളിറ്റിക്സ് രാജ്യത്തിന് മോഡലാകുന്ന തരത്തിൽ അവതരിപ്പിക്കാൻ പറ്റിയെന്നുള്ളതാണ് UDFന്റെ പ്രസക്തി. അതായത് UDF ടീം UDF ആയി അസംബ്ലിക്കകത്തും പുറത്തും ഒരു സിംഗിൾ പാർട്ടിയെ പോലെ ആക്ട് ചെയ്തു. ശരിയാണല്ലോ? അതെ. ഒരു തർക്കമോ ഒരു ബഹളമോ ഒന്നും ഉണ്ടായില്ല. സീറ്റ് വിഭജനം ഞാൻ പറഞ്ഞപ്പോഴാണ് 140 സീറ്റുകൾ ഞങ്ങൾ വിഭജിച്ചു എന്ന് ഞാൻ വന്ന് പത്രസമ്മേളനം നടത്തിയപ്പോഴാണ് എല്ലാവരും അറിഞ്ഞത്. പണ്ടൊക്കെ എന്തെല്ലാം വാർത്തകളാ, മറ്റേയാൾക്ക് 10 സീറ്റ് കൂടുതൽ ചോദിച്ചു, ഇയാൾ 5 എണ്ണം ചോദിച്ചു, ഒരു സംഭവം ഉണ്ടായില്ല. ആ ടീം UDF നമ്മൾ അതുപോലെ തന്നെ വർക്ക് ചെയ്യാണ്. അല്ല, ഭരണരംഗത്ത് അങ്ങനെ ഒരു ടീം UDFന്റെ സാന്നിധ്യം അത്രയ്ക്ക് പ്രത്യക്ഷമല്ല. ആകെ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം മാത്രമാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അതുകൊണ്ടാണ്. അല്ല, അത് തെറ്റായിട്ടുള്ള ഒരു അസസ്മെന്റ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ ജൂലൈ 1 മുതൽ 100 ദിവസത്തെ പരിപാടി അനൗൺസ് ചെയ്തു. എല്ലാ മന്ത്രിമാരുമായും ആ മന്ത്രിമാരുടെ കൂടെയുള്ള സെക്രട്ടറിമാരുമായിട്ട് ടീമായിട്ടും ഞങ്ങൾ ആദ്യം ഒരു റൗണ്ട് ചർച്ച ചെയ്തു. എല്ലാവരും, എൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എല്ലായിടത്തും. അതായത് എല്ലാ വകുപ്പ് മന്ത്രിമാരും അവരുടെ ടീമുമായിട്ട് അതൊരു ടീം ബിൽഡ് ചെയ്തു. അവരൊരു ടീം ബിൽഡ് ചെയ്തു.
അവർക്കൊരു ചാലഞ്ചായിട്ട് അത് കൊടുത്തു. അതിൻ്റെ പ്രോഗ്രസ് ഞങ്ങൾ വീണ്ടും ചർച്ച ചെയ്തു. എല്ലാ ദിവസവും ഇപ്പോൾ ഉദാഹരണത്തിന് 2 മാസം മുമ്പ് സിവിൽ സപ്ലൈസ് മന്ത്രിയുടെ ടീമും എൻ്റെ ടീമുമായിട്ടുള്ള ഡിസ്കഷൻ നടന്ന ഇൻട്രാക്ഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ഓണക്കാലത്തും അതിൻ്റെ മുമ്പിലത്തെ ഓണക്കാലത്തും പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഞാൻ ഉന്നയിച്ച ഗൗരവതരമായ ആരോപണം 13 എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ഉണ്ട്. ഓണക്കാലത്ത് അതൊന്നും ഓണം സ്റ്റോറിലില്ല എന്നുള്ളതാണ്. അത് 3-ാമത്തെ വർഷം ആവർത്തിക്കാൻ പാടില്ല. നമ്മൾ അധികാരത്തിൽ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് കേരളത്തിലെ എല്ലാ മാവേലി സ്റ്റോറിൻ്റെ ഔട്ട്ലെറ്റിലും കേരളത്തിൽ ഈ ഗവൺമെൻറ് തുടങ്ങുന്ന ഓണം ഫെയറിലും എല്ലാം 13 എസെൻഷ്യൽ കമ്മോഡിറ്റീസ് കമ്പൽസറി ആയിട്ട് നേരത്തെ സ്റ്റോക്ക് ചെയ്ത് ആ സംഭവം ഉണ്ടാകണമെന്നോ. അതുണ്ടായി. അതൊരു ടീം വർക്കാണ്. അതിപ്പം മുഖ്യമന്ത്രി ഇവിടെ വന്നപ്പോൾ പറയുമായിരുന്നു ട്രാഫിക് പ്രയാസമായിരുന്നു, കുറേ സ്ഥലത്ത് ബ്ലോക്ക് ഉണ്ടായിരുന്നു. അത് എൻ്റെ കാരണം അദ്ദേഹം തന്നെ പറയാണ്, ഈ സർക്കാർ കാശ് കൊടുത്തിട്ട് ആളുകളെല്ലാം സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് വഴിയിൽ ഇറങ്ങിയിരിക്കുകയാണ്, അതുകൊണ്ടാണ് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാനത് തമാശയായിട്ട് പറഞ്ഞതല്ല. നിങ്ങൾ റോഡിൽ ഇറങ്ങി നോക്ക്, കേരളം മുഴുവൻ റോഡിലാണ്. ആവശ്യത്തിനുള്ള പൈസ ആളുകൾക്ക് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്, പണം കൊടുത്തിട്ടുണ്ട്. വലിയ ധനപ്രതിസന്ധിയാണ് കേരളത്തിൽ. ഇപ്പോൾ പണം കൊടുത്തിട്ടുണ്ട്, എല്ലാവർക്കും പണം കൊടുത്തിട്ടുണ്ട്. സപ്ലൈകോന്റെ മാർക്കറ്റിലെല്ലാം എല്ലാ കമ്മോഡിറ്റീസും ഉണ്ട്. ഞാൻ പറഞ്ഞു വന്ന പോയിന്റ്, ഓരോ ഡിപ്പാർട്ട്മെന്റുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് നടക്കുന്നുണ്ട്. മുൻകൂട്ടി ഓണം വരുമെന്ന് 2 മാസം മുമ്പ് അറിയാലോ. അധികാരത്തിൽ വന്ന് 1 മാസം തികയുന്നതിന് മുമ്പാണ് ഞങ്ങൾ സിവിൽ സപ്ലൈസുമായിട്ട് യോഗം ചേർന്നത്. അപ്പോൾ അവർ ചെയ്തു, നെൽ കർഷകർക്ക് പണം കൊടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞു ഓണത്തിന് മുമ്പ് പണം കൊടുത്തിരിക്കും. ഓണത്തിന് മുമ്പ് പണം കൊടുത്തു. പണം ഓണത്തിന് മുമ്പ് എല്ലാം കൊടുക്കുക. അതിൻ്റെ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ആളുകൾക്ക് ഓണക്കാലത്ത് കൊടുക്കാവുന്ന പണം മാക്സിമം കൊടുത്തിരിക്കുക. എന്താ കാര്യം എന്നറിയാം, അതിനൊരു ഉദ്ദേശം കൂടിയുണ്ട്. ഈ പണം മുഴുവൻ ആളുകൾ ചെലവാക്കി കഴിയുമ്പോൾ അതിന്റെ GST വരും. അത് ഒരു റൗണ്ട് ചെലവാക്കി കഴിയുമ്പോൾ ഒരു 15 മുതൽ 18% വരെ GST വരും. ഞാൻ കരുതുന്നത് ഇപ്പോൾ ഈ സർക്കാർ കൊടുത്ത പണം ഒരു 3 മാസത്തിനുള്ളിൽ വീണ്ടും പല റൗണ്ട് കറങ്ങും. ഓരോ റൗണ്ട് കറങ്ങുമ്പോഴും ഈ 15-18% GST വരും. 3 മാസം കഴിയുമ്പോഴേക്കും ഒരു 6-7 റൗണ്ട്. അതാണ് മണി ഇൻ സർക്കുലേഷൻ ആണ്. ഇങ്ങനെ കറങ്ങി കഴിയുമ്പോഴേക്കും ഈ ഓണക്കാലത്ത് മുടക്കിയ പണം മുഴുവൻ തിരിച്ചു വരും, നികുതിയായിട്ട് തിരിച്ചു വരും. അങ്ങനെ ഇക്കോണമിയെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഗവൺമെന്റിന്റെ ധനപരമായ തന്ത്രം. അതെന്താ, സർക്കാർ കാശ് കൊടുക്കുന്നു, ആളുകളുടെ കയ്യിൽ പൈസ ഉണ്ട്, ആളുകൾ പോയി പർച്ചേസ് ചെയ്യുന്നു, ബിസിനസ് രസമാവുന്നു. ഇതാണ് നമ്മൾ എപ്പോഴും സമ്പദ് വ്യവസ്ഥയെ കൈപിടിച്ചെഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇല്ലാത്ത പണം ഉണ്ടാക്കി കൊടുക്കുക. അതൊരു നല്ല പ്രതീക്ഷയാണ്. പക്ഷെ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഇത് ഇടിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥ വരുമോ? കാശെല്ലാം വാരിക്കോരി കൊടുത്തിട്ട് അങ്ങനെയില്ല. ഈ പണം തിരിച്ചു വരും. ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് പറയാം. ഇത്രയും വലിയ ധനപ്രതിസന്ധിയുള്ള സമയത്ത് ബജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് ടാക്സ് കൂട്ടിയില്ല. 2 ഐറ്റത്തിന്റെ ടാക്സ് കുറച്ചു. 10 ലക്ഷം രൂപ താഴെയുള്ള ഇലക്ട്രിക് വെഹിക്കിളിന്റെ 20 ലക്ഷത്തിൽ താഴെയുള്ള ഇലക്ട്രിക് വെഹിക്കിളിന്റെ ടാക്സ് അങ്ങോട്ട് കുറച്ചു. എന്നോട് ഒരുപാട് പേര് ചോദിച്ചു, എന്തായി കാണിക്കുന്നത്? ഇപ്പൊ ടാക്സ് കുറയ്ക്കുകയോ ഒന്ന്? ഇപ്പൊ ബജറ്റ് വന്നിട്ട് 2 മാസമല്ലേ ആയല്ലോ. നിങ്ങളൊന്ന് മാധ്യമ പ്രവർത്തകരൊന്ന് അന്വേഷിച്ചു. കേരളത്തിലെ ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ 10 ലക്ഷത്തിൽ താഴെയുള്ള വെഹിക്കിൾസിന്റെയും 20 ലക്ഷത്തിൽ താഴെയുള്ള വെഹിക്കിൾസിന്റെയും കച്ചവടം വർദ്ധിച്ചു. കേരളത്തിൽ ഈ വെഹിക്കിൾ കിട്ടാഞ്ഞിട്ട് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന്, അയൽ സംസ്ഥാനങ്ങളിലെ ഔട്ട്ലെറ്റുകളിൽ നിന്ന് ഇലക്ട്രിക് വെഹിക്കിൾ വാങ്ങിച്ചു കൊണ്ടുവരുവാന്ന് ഡീലേഴ്സ് പറഞ്ഞു. അപ്പോൾ ടാക്സ് കുറച്ചത് കൊണ്ട് കഴിഞ്ഞ 2 മാസമായിട്ട് ഗവൺമെന്റിന് നഷ്ടമല്ല ഉണ്ടായത്, ഗവൺമെന്റിന് വരുമാനം കൂടി. സെയിൽ കൂടിയപ്പോൾ വരുമാനം കൂടി. അപ്പോൾ മുഖ്യമന്ത്രിക്ക് ഈ ഇക്കണോമിക്സിൽ വലിയ താല്പര്യമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ചുകൂടെ താല്പര്യമുള്ള ഒരു വിഷയത്തിലേക്കും കിടക്കുകയാണ്, രാഷ്ട്രീയം. അതായത് ഇവിടെ ഒരുപാട് കോൺഗ്രസ് നേതാക്കളുണ്ട്, അവർക്കൊക്കെ അറിയാവുന്ന ഒരു സത്യമുണ്ട്. അതായത് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാതെ, അല്ലെങ്കിൽ ശക്തമായ ഒരു ഗ്രൂപ്പിൻ്റെ പിന്തുണയില്ലാതെ കേരളത്തിൽ ഒരാൾ കോൺഗ്രസിൽ നിന്ന് മുഖ്യമന്ത്രിയാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമല്ല. അങ്ങനെ സംഭവിച്ചിട്ടില്ല. പക്ഷേ അങ്ങനെ സംഭവിച്ചു. എന്തുകൊണ്ടെന്നാണ് താങ്കൾ കരുതുന്നത്? 2021 പ്രതിപക്ഷ നേതാവെന്നുള്ള ചുമതല എന്നെ ദേശീയ നേതൃത്വവും കേരളത്തിലെ നേതൃത്വവും ഏൽപ്പിക്കുമ്പോൾ പരിതാപകരമായൊരു അന്തരീക്ഷമായിരുന്നു. തുടർച്ചയായ 2 ഭരണം
കേരളത്തിൽ സമീപകാലത്തൊന്നും നഷ്ടപ്പെട്ടു. കോൺഗ്രസിന് 21 അംഗങ്ങൾ മാത്രമാണ് നിയമസഭയിൽ ഉണ്ടായിരുന്നത്. 67 ഏറ്റവും കുറഞ്ഞ 9 സീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യ ചരിത്രത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും കുറവ് സീറ്റ് കഴിഞ്ഞ പ്രാവശ്യം 9 കഴിഞ്ഞാൽ 21. ബാക്കിയൊക്കെ സമയത്ത് 22ഉം 38ഉം അങ്ങനെയൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഏറ്റവും വലുത് ഇനി ഒരിക്കലും അധികാരത്തിലേക്ക് വരില്ല കോൺഗ്രസും UDF എന്നുള്ള ധാരണ. UDF നേതാക്കന്മാരുടെയും UDF പ്രവർത്തകരും എല്ലാം ഡീമോറലൈസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു ഘട്ടം. അപ്പോഴാണ് ഒരു ചലഞ്ച് പോലെ, വെല്ലുവിളി പോലെ അതേറ്റത്. ഞാൻ ആ സമയത്ത് എല്ലാവരും ചെയ്യുന്നത് പോലെ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പോയിരുന്നുവെങ്കിൽ എനിക്ക് ഗ്രൂപ്പ് ഉണ്ടായേനെ, പക്ഷെ UDF അധികാരത്തിലേക്ക് തിരിച്ചു വരില്ലായിരുന്നു. അതപ്പോ ഈ ഗ്രൂപ്പ് ഇല്ലാത്തത് ഒരു പരിമിതിയാണോ അതോ സ്വാതന്ത്ര്യമാണോ? ഗ്രൂപ്പിന്റെ പിന്തുണ ഇല്ലാത്ത ഞാൻ പറയാം. ഞാനത് പോയിരുന്നെങ്കിൽ എൻ്റെ ഒരു 75% അല്ലെങ്കിൽ 80% സമയവും ഈ ഗ്രൂപ്പ് മാനേജ്മെന്റും അത് വേറൊരു സംഭവമാണ്. അത് ഞാൻ വിശദീകരിക്കാം പിന്നീട്. അതിനു വേണ്ടി ചെലവഴിക്കുമായിരുന്നു. ഈ അധികാരത്തിലേക്ക് UDFനെ തിരിച്ചു കൊണ്ടുവരാൻ എനിക്ക് 100% സമയവും പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞു. അതിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യവും അറിയാൻ പാടില്ലാത്ത കാര്യവും സോഷ്യൽ എഞ്ചിനീയറിങ്ങും എല്ലാം ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രത്യക്ഷത്തിലുള്ള കാര്യവും നിങ്ങൾ ആരും അറിയാതെ ചെയ്ത കാര്യങ്ങൾ ഉൾപ്പെടെ ഉണ്ട്. നമ്മുടെ ദൗത്യം എന്തായിരുന്നു? മിഷൻ എന്തായിരുന്നു? കേരളത്തിൽ UDFനെ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നതായിരുന്നു. തകർന്നു തരിപ്പണമായ UDF 21 സീറ്റിൽ നിന്ന് കോൺഗ്രസ് 63 സീറ്റിലേക്കും UDF 100+ വന്നു. അതല്ലേ നേട്ടം. അപ്പോൾ താങ്കൾക്ക് അനുകൂലമായിട്ട് ഉണ്ടായ ഒരു ജനവികാരം, ജനപിന്തുണ അത് ഓർഗാനിക് ആയിരുന്നു എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അത് ഓർഗാനിക് അല്ല എന്ന് സ്ഥാപിക്കാനുള്ള ചില ശ്രമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ഓർഗാനിക് ആയിരുന്നു എന്നതാണ് വാസ്തവം. അത് എന്തുകൊണ്ടാണ് അത്രയും ഓർഗാനിക് ആയിട്ടുള്ള ഒരു ജനപിന്തുണ ഉണ്ടായതെന്ന് താങ്കൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് മലയാളികളെ കുറിച്ചുള്ള നമ്മുടെ ഒരു കാഴ്ചപ്പാട് അറിയണം. നമ്മളൊരു നാടൻ ചായക്കടയിൽ പോയി സംസാരിച്ചാൽ അവിടെ ഉക്രൈൻ വാറിനെ കുറിച്ചും പാലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തെക്കുറിച്ചൊക്കെ ചർച്ച നടത്തുന്ന നാടാണ് കേരളം. ഇത്രയും പൊളിറ്റിക്കൽ അവയർനെസ് ഉള്ള ഒരു സ്റ്റേറ്റ് വേറെ ഇല്ല, ഞാൻ കണ്ടിട്ടില്ല ഇന്ത്യയിലൊരിടത്തും. വിദേശത്ത് പോലും ആളുകൾക്ക് ഈ പല രാജ്യങ്ങളിലും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ പോലും, അമേരിക്കയിൽ പോയാൽ പോലും ഇത്രയും വലിയ ഈ കേരളത്തിലെ പോലത്തെ ഒരു പൊളിറ്റിക്കൽ അവയർനെസ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അവരെന്തെങ്കിലുമൊക്കെ പറയുമെന്നല്ലാതെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടും മൈന്യൂട്ട് ഡീറ്റെയിൽസ് പറയുന്ന ആളല്ല. ഇവരെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊരു അസസ്മെന്റ് ഉണ്ട്, അവർക്കൊരു തീരുമാനമുണ്ട്, അവരിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. അതിന് ഞാൻ കരുതുന്നത് എൻ്റെ കോൺഫിഡൻസ് കൂടിയാണത്. മാധ്യമങ്ങൾക്ക് പോലും അവരെ വഴിതിരിച്ചു വിടാൻ പറ്റില്ല കേരളത്തിലെ ജനങ്ങളെ. എനിക്ക് പേടിയുണ്ടായിരുന്നു, നിങ്ങളെക്കാൾ പേടി എനിക്ക് സോഷ്യൽ മീഡിയ ആയിരുന്നു. സോഷ്യൽ മീഡിയ ഇവരെ വല്ലാതെ വഴിതിരിച്ചു വിടുക. ഒരു സോഷ്യൽ മീഡിയയ്ക്കും ഈ കേരളത്തിലെ ജനങ്ങളെ വഴിതിരിച്ചു വിടാൻ പറ്റില്ല. കാരണം അവരിതെല്ലാം നിരീക്ഷിച്ച് അവരുടെ ബോധ്യങ്ങളുണ്ട്. അവരാ ബോധ്യങ്ങളിലാണ് അവർ ഉറച്ചു നിന്നത്, അല്ലേ? അവരാ ബോധ്യങ്ങളിലാണ് ഉറച്ചു നിന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും കേരളത്തിൽ ഒരു, ഞാൻ പറഞ്ഞല്ലോ, വിജയം എന്ന് പറയുന്നത് കൂട്ടായ്മയുടെ വിജയമാണ്. നോബഡി ക്യാൻ ഡു എനിത്തിങ് എലോൺ. അത് ബിസിനസ്സിലാണെങ്കിലും പറ്റില്ല, രാഷ്ട്രീയത്തിലാണെങ്കിലും പറ്റില്ല, ഗവൺമെന്റിലാണെങ്കിലും പറ്റില്ല. പക്ഷെ അങ്ങനെ പൊതുജനങ്ങളുടെ പിന്തുണ ഉണ്ടെങ്കിൽ പോലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുക ഒരു പാർട്ടിയിൽ നിന്നുകൊണ്ട് അത്ര എളുപ്പമല്ല. അതിന് ഭൂരിപക്ഷ MLA-മാരുടെ പിന്തുണ വേണം. പക്ഷെ ഇപ്പോൾ താങ്കൾ മുഖ്യമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം പോലും ഈ MLA-മാരെ കൂടെ നിർത്താനെന്നുള്ള ഒരു ശ്രമം ഞാൻ കാണുന്നില്ല. അത് ജനങ്ങൾ കൂടെ നിന്നാൽ മതി എന്നാണോ? അല്ലെന്നേ, MLA-മാരെല്ലാവരും അവരൊക്കെ കോൺഗ്രസ് പാർട്ടിയിലും UDFന്റെ ഭാഗമായി നിൽക്കുന്നവരല്ലേ. അവരെന്റെ കൂടെയല്ലേ നിൽക്കുന്നത്, അല്ലെ ഞങ്ങളുടെ ടീമിന്റെ കൂടെയല്ലേ നിൽക്കുന്നത്. അവരെ കൂടെ നിർത്താൻ വേണ്ടിയിട്ട് പിന്നെ എന്ത് പ്രീണിപ്പിക്കലാണ് വേണ്ടത്? അതിന്റെ ആവശ്യമില്ലല്ലോ. നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അവർക്ക് ആ ബോധ്യമുണ്ട്. എന്ത് കാരണം കൊണ്ടാണ് 21 പേരിൽ നിന്ന് 63 കോൺഗ്രസ് MLA-മാരുണ്ടായതെന്നും 41 പേരിൽ നിന്ന് 102 പേര് എങ്ങനെ ഉണ്ടായതെന്നും ബോധ്യമുള്ളവരല്ലേ അവര്. എങ്ങനെ ജയിച്ചു എന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ആളുകളാണ് അവര്. എന്തുകൊണ്ട് ജയിച്ചു എന്ന് അറിയാവുന്ന ആളുകളാണ് അവരൊക്കെ. പൊളിറ്റിക്കലായിട്ട് നമ്മളെക്കാൾ നല്ല അവയർനെസ് ഉള്ള ആളുകളാണ്. അവരെ ഒന്നും പ്രീണിപ്പിക്കാൻ പോകേണ്ട കാര്യമൊന്നുമില്ല. അവർക്കറിയാം ഈ ഗവൺമെന്റിന് ചില ലക്ഷ്യമുണ്ട്. ടീമായിട്ടാണ് ഈ ഗവൺമെന്റ് വർക്ക് ചെയ്യുന്നത്. റിസൾട്ട് ഉണ്ടായാൽ റിസൾട്ട് ഉണ്ടാകും. റിസൾട്ട് ഉണ്ടാകാൻ
പറ്റും ഈ ഗവൺമെന്റിന്, അവർക്ക് അതിലിപ്പോ കോൺഫിഡൻസ് ഒരുപക്ഷെ അവരുടെ ഗ്രൂപ്പ് വിധേയത്വം ഒരു പ്രശ്നമാവില്ല എന്നാണ് മുഖ്യമന്ത്രി അതൊന്നും ഇല്ലെന്നേ. അതൊന്നും ഇപ്പൊ കാര്യത്തോട് അടുത്ത് കഴിഞ്ഞപ്പോ ഒരു ഗ്രൂപ്പ് ഉണ്ടായില്ല, ഒന്നും ഉണ്ടായില്ലല്ലോ. അതൊന്നും ഒരു കാര്യമില്ല. അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ നമ്മുടെ ഈ പ്രയോറിറ്റികളെ, നമ്മുടെ മുൻഗണനകളെ വഴിതെറ്റിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകൾ മാത്രമാണ്. വേണമെങ്കിൽ ഒരു നാളെ രാവിലെ കൊടുത്തിട്ടൊരു വാർത്ത കൊടുത്തിട്ട് അതിന്റെ മീതെ ചർച്ചയാക്കാൻ നാളെ രാത്രി വരെ ചർച്ച ചെയ്യാം. ആർക്ക് പ്രയോജനം എന്നുള്ളത് ആലോചിച്ചാൽ മതി. ആർക്ക് പ്രയോജനം? ഇല്ലാത്ത വാർത്തകളും ഉള്ള വാർത്തകളും ഒക്കെ ചർച്ച ചെയ്ത് നോൺ ഇഷ്യൂസ് ചർച്ച ചെയ്ത് ഈ കേരളത്തെ തകർക്കരുതെന്നാണ് എനിക്ക് മാധ്യമ ലോകത്തോട് സംസാരിക്കാനുള്ളത്. ഞാൻ ചോദിക്കട്ടെ, അപ്പൊ കേരളത്തില് മുഖ്യമന്ത്രി ആയിരുന്നവർക്കൊക്കെ നേതൃത്വ ഗുണം ഉള്ളവരായിരുന്നു. ഇപ്പം നമ്മൾ അച്യുത മേനോനെ പോലെയുള്ള ഒരു മുഖ്യമന്ത്രിയുടെ ദീർഘവീക്ഷണം, അതുപോലെ VS അച്യുതാനന്ദനെ, ഉമ്മൻചാണ്ടിയെ പോലെയുള്ള ജനകീയ മുഖ്യമന്ത്രിമാർ ഉണ്ടായിരുന്നു. അപ്പോൾ താങ്കളൊരു കാര്യം വളരെ കൃത്യമായിട്ട് പഠിക്കും, വിശകലനം ചെയ്യും, അത് നന്നായി അവതരിപ്പിക്കാനുള്ള ഭാഷയുണ്ട്, ഈ പുതിയ തലമുറയോട് സംവദിക്കാനുള്ള ഭാഷ താങ്കൾക്കുണ്ട്. അങ്ങനെ പെട്ടെന്ന് ഒന്നിനും വഴങ്ങുന്ന ഒരു പ്രകൃതമില്ല. മുമ്പ് പറഞ്ഞതുപോലെ സമുദായ സംഘടനകൾ ഉൾപ്പെടെ അങ്ങനെ ഒരു വിട്ടുവീഴ്ചയില്ല. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതായിരിക്കും ഈ മുഖ്യമന്ത്രി സ്ഥാനത്ത് താങ്കളെ ഏറ്റവും തുണയ്ക്കുക? അല്ലേ, ഇതിൻ്റെ അകത്തുള്ള പ്രശ്നം എന്ന് വെച്ചാൽ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഒരു ടീം വർക്കാണ്. നമുക്ക് ടാർഗറ്റ് ഉണ്ട്, കൃത്യമായിട്ട് ടാർഗറ്റ് ഉണ്ട്, ടൈം ഫ്രെയിം ഉണ്ട്. കൃത്യമായി തീരുമാനിച്ചിരിക്കുന്ന കാര്യങ്ങൾ സമയബന്ധിതമായി ചെയ്തു തീർക്കുക എന്നുള്ളതാണ്. താങ്കൾ ചോദിച്ചൊരു ചോദ്യം CEO ആണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ CEO ആവേണ്ടി വരും, നമ്മൾ CEO ആവേണ്ടി വരും. മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ചിലപ്പോൾ ഒരു CEO, ഒരു കമ്പനിയിലെ, ഒരു പ്രൈവറ്റ് കമ്പനിയിലെ അല്ലേ, ഒരു CEO ആക്ട് ചെയ്യുന്നത് പോലെ ചിലപ്പോൾ ആക്ട് ചെയ്യേണ്ടി വരും. അത് ചെയ്യും, ഉറപ്പായിട്ട് അത് ചെയ്യും. പിന്നെ ഓരോ കാര്യങ്ങളോടുള്ള അപ്രോച്ചാണ്. അത് ഒറ്റക്കെടുക്കുന്ന തീരുമാനങ്ങളല്ല, അതിങ്ങനെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന കാര്യങ്ങളാണ്. ഈ ഞാൻ പറഞ്ഞ നമ്മൾക്ക് ഒന്നിനും വഴങ്ങാത്ത ഒരാളല്ല ഞാൻ. അത് തെറ്റായ ഒരു കാരണം. ഞാൻ ഒരുപാട് കാര്യങ്ങൾക്ക് വഴങ്ങും. പണ്ട് ഞാൻ വളരെ ചെറുപ്പത്തിൽ രാവിലെ ഇരുമ്പൊലക്കയാണ്ട് ഇറങ്ങിയിരുന്ന ആളാണ്. ഇരുമ്പൊലക്ക എന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായം, അത് മാറൂല, അത് തന്നെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും. ഒരുപാട് മാറ്റങ്ങളിലൂടെ ഇപ്പം ഞാൻ കടന്നു വരുന്നു, ഒരുപാട് നവീകരണത്തിലൂടെ കടന്നു പോവുകയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി. ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം, ഞാൻ ആ ഇരുമ്പൊലക്ക എടുത്ത് കൊണ്ടുപോയി ഒരു ടീമിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി, എന്നിട്ട് ചർച്ച തുടങ്ങുമ്പോൾ നമ്മുടെ ഇരുമ്പൊലക്ക ഒടിഞ്ഞു പോകും. ചിലപ്പോൾ ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ വേറെ പല ആംഗിളിൽ നിന്ന് ആളുകൾ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യം, എൻ്റെ ഐഡിയ പൂർണ്ണമായി ഞാൻ മാറ്റിവെക്കും. ഇപ്പോൾ അതിൻ്റെ നെഗറ്റീവ് ആംഗിൾ, പോസിറ്റീവ് ആംഗിൾ, അതിൻ്റെ പല സൈഡിൽ നിന്നും അത് പല അഭിപ്രായങ്ങൾ കേട്ട് കഴിയുമ്പോഴാണ് ഞാൻ പറഞ്ഞത് അബദ്ധമായിരുന്നു എന്ന് തോന്നുന്നത്. ചിലപ്പോൾ കൊണ്ടുവന്ന ആശയത്തെ മറ്റുള്ളവരുടെ ആശയം കൂടി ചേർത്ത് വെച്ച് അതിനെ തേച്ചു മിനുക്കി ആ ഒരു എന്താണ് റഫായിട്ടുള്ള ഒരു ആശയത്തെ തേച്ചു മിനുക്കി മികച്ച ഒരു ആശയമാക്കി മാറ്റാൻ പറ്റും. ആ ടീം വർക്കിലാണ് ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇത്രയൊക്കെ മാറിയിട്ടും അരപ്പിണറായി ആണ് എന്ന് പറയുന്നവരുണ്ട്. ഞാനത് മുഴുപ്പിണറായി ആണെന്ന് പറയുന്നില്ല, അരപ്പിണറായി ആണെന്ന് പോലും പറയുന്നില്ല. എന്നാൽ ഒരു കാൽ പിണറായി അല്ലെങ്കിൽ ഒരു അങ്കുലമെങ്കിലും പിണറായി ഉണ്ടോ? പിണറായി വിജയൻ്റെതായ നല്ല വശങ്ങളും മോശം വശങ്ങളും ഉണ്ടാവും. VD സതീശൻ്റെതായ നല്ല വശങ്ങളും മോശം വശങ്ങളും ഉണ്ടാവും. അപ്പം ഞാൻ എൻ്റെ കുറേ നല്ല വശം എടുത്ത് മോശം വശങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പിണറായി വിജയന്റെ നല്ല വശം ഏതാണെന്ന് നോക്കിയിട്ട് അതുകൂടി ഞാൻ ഇങ്ങ് എടുത്ത, അപ്പൊ പിണറായി എന്ന് പറഞ്ഞാൽ തെറ്റില്ലല്ലോ. അതെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ അരപ്പിണറായിൽ നിന്ന് എടുത്ത നല്ല കാര്യങ്ങളൊന്ന് പറയാമോ? അല്ല, നമ്മളത് അങ്ങനത്തെ ഒരു ചർച്ചയിലേക്കല്ല നമ്മൾ പോകുന്നത്. എല്ലാ മനുഷ്യർക്കും ഉണ്ടെന്നല്ല. ഞാൻ എല്ലാ മുഖ്യമന്ത്രിമാരെയും നിരീക്ഷിച്ചിട്ടുള്ള ഒരാളാണ്. EMS നമ്പൂതിരിപ്പാട്. ഞാൻ നിയമസഭയിൽ ആദ്യം 5 വർഷം അംഗമായി പോയപ്പോൾ സമയത്ത് ഞാൻ ലൈബ്രറിയിലായിരുന്നു കൂടുതൽ സമയം. ഞാൻ അവരുടെ പ്രസംഗങ്ങൾ, EMSന്റെ പ്രസംഗങ്ങൾ, പട്ടം താണുപിള്ളയുടെ പ്രസംഗങ്ങൾ, C നടരാജപിള്ളയുടെ, VR കൃഷ്ണയ്യരുടെ, അദ്ദേഹം എങ്ങനെയാണ് ഒരു ബില്ല് പൈലറ്റ് ചെയ്യുന്നത് നിയമമന്ത്രിയായിട്ട്, അതൊക്കെ പഠിക്കുമായിരുന്നു. അച്യുത മേനോനെ കുറിച്ച് ഞാൻ വളരെ വിശദമായി പഠിച്ചു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്തിറങ്ങിയ ഓർമ്മക്കുറിപ്പുകൾ വരെ വായിച്ചു. അദ്ദേഹത്തിൻ്റെ വിഷൻ എന്തായിരുന്നു? K കരുണാകരനെയും AK ആന്റണിയെയും ഉമ്മൻചാണ്ടിയെയും അടുത്ത് നിന്ന് കണ്ട ഒരാളാണ് ഞാൻ. K കരുണാകരൻ്റെ പ്രത്യേകത ഞാനിപ്പോൾ ഇടയ്ക്ക് ചെയ്യാറുണ്ടത്, K കരുണാകരൻ്റെ, ഞാൻ കോളേജ് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല ആൾക്കൂട്ടമാണ്. അപ്പോൾ ചിലപ്പോൾ ഒരു 10-200 പേരൊക്കെ ഉണ്ടാവും.
അപ്പോൾ അദ്ദേഹത്തിന് സമയം ഉണ്ടെങ്കിൽ അദ്ദേഹം 2 മണിക്കൂറെടുത്ത് ഈ മുഴുവൻ ആളിനെ കാണും. സമയമില്ലെങ്കിൽ അദ്ദേഹം 10 മിനിറ്റ് കൊണ്ട് ഈ 200 പേരെ ഡിസ്പോസ് ചെയ്യും. അവർക്ക് ആർക്കും ഒരു അതൃപ്തി ഇല്ലാതെ ഭയങ്കര രസകരമായിട്ട് അദ്ദേഹം അങ്ങോട്ട് ഇറങ്ങി അവരുടെ ഇടയിലേക്ക് ചെന്നിട്ട് അവരുടെ നിവേദനമൊക്കെ മേടിച്ച് അതിൻ്റെ തലയും വാലും ഒക്കെ നോക്കി ഒരു കമൻറ്റും ഒക്കെ പറഞ്ഞ് അത് ചെയ്യണം, ഇത് ചെയ്യണം, മറ്റേ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് 10-15 മിനിറ്റ് കൊണ്ട് ആളെ മുഴുവൻ ഡിസ്പോസ് ചെയ്യും. ചിലരുടെ പ്രത്യേകത. പിന്നെ ചിലപ്പോൾ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കും. തീരുമാനങ്ങൾ അതെന്താണ്, ഇതെന്താണ്, മറ്റേതെങ്ങനെയാണ്, ഞാൻ കണ്ടിട്ടുണ്ട്. പെട്ടെന്ന് തീരുമാനം എടുക്കും. അത് അപ്പോൾ സി എമ്മിൻ്റെ പ്രത്യേകതകളിൽ പെടുന്ന ഒന്നാണ് സി എമ്മിൻ്റെ ശരീരഭാഷ അല്ലെങ്കിൽ ഒരുപക്ഷെ സംസാര രീതി കുറച്ച് അഗ്രസീവാണ്. അപ്പോൾ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ അതിൽ ന്യായീകരണമുണ്ട്. ഈ മുഖ്യമന്ത്രി ആയതിനു ശേഷം അപ്പം കുറച്ചുകൂടെ ഞങ്ങൾക്ക് ഇപ്പം മാധ്യമങ്ങൾ ഉൾപ്പെടെ കുറച്ചുകൂടെ സ്നേഹിച്ചുകൂടെ ഞങ്ങളെയൊക്കെ? ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത് ഓരോരുത്തരുടെ പോലെ. ഇപ്പം ഞാൻ ഉമ്മൻചാണ്ടിയായിട്ട് ഇമിറ്റേറ്റ് ചെയ്ത് എങ്ങനെ ഇരിക്കും? വഷളായി പോവില്ലേ? എനിക്ക് ഉമ്മൻചാണ്ടി ആവാൻ പറ്റുമോ? ഞാൻ കെ കരുണാകരനെ പോലെ നടിക്കാൻ നോക്കിയാലോ? ആവില്ല. ഞാൻ വേറൊരാളാണ്. അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. ഞാൻ വേറൊരാളാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഭയങ്കര നാട്ടുംപുറത്തുകാരനാണ്. പെട്ടെന്ന് ദേഷ്യം വരികയൊക്കെ ചെയ്യും, സങ്കടം വന്നാൽ കരയുകയും ചെയ്യും, തമാശ കേട്ട ചിരിക്കുകയും ചെയ്യുന്ന സാധാരണ ഒരു നാട്ടുംപുറത്തുകാരനാണ്. അതിപ്പോൾ ഡിബേറ്റിൽ വളരെ തിളങ്ങിയിട്ടുള്ള ആളാണ്. പക്ഷേ ഈ ആളുകളെ ഈ വാക്ചാതുരി കൊണ്ട് ബോധ്യപ്പെടുത്താമെന്ന് കരുതുന്നുണ്ടോ? ചില കാര്യങ്ങൾ കൂടുതൽ വിശദീകരിക്കുന്നത് പോലെ തോന്നുന്നു. ചിലപ്പോൾ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അത് മതിയായിരിക്കും. അല്ല, അതൊക്കെ ഓരോരുത്തരുടെ രീതിയാണ്, ഓരോരുത്തരും മറുപടി കൊടുക്കുന്നത്. ഇപ്പോൾ പിണറായി വിജയൻ മറുപടി കൊടുക്കുന്നത് പോലെ അദ്ദേഹം പത്രസമ്മേളനം നടത്തിയിരുന്നത് പോലെ അദ്ദേഹം 50 മിനിറ്റ് അദ്ദേഹം എഴുതി കൊണ്ടുവരുന്നത് വായിക്കും. 10 മിനിറ്റ് 5 ചോദ്യങ്ങൾ കൊടുക്കും. 3 ചോദ്യം അദ്ദേഹത്തിൻ്റെ തന്നെ ആളുകൾ ചോദിക്കും. ബാക്കി 2 ചോദ്യം ഭാഗ്യമുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് കിട്ടും. ഞാൻ അങ്ങനെ ഒരു പത്രസമ്മേളനം നടത്തി കഴിഞ്ഞാൽ ജോണി ലൂക്കോസ് എന്നെ പറയും മുഴു പിണറായി എന്ന് പറയും. അതിപ്പോൾ എന്നെ കുറിച്ച് പറയുന്നില്ലല്ലോ. ഞാനിപ്പോൾ എന്താ ഇരിക്കുന്ന തെറ്റ്? ഞാൻ പത്രസമ്മേളനത്തിൽ വന്ന് 10 മിനിറ്റ് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചോദിച്ചോളാൻ പറയും. അപ്പോൾ അവരെല്ലാവരും ചോദിക്കും. അവർ ചോദിക്കുന്നതിന് ചിലപ്പോൾ വളരെ വിശദീകരിച്ച് ചില കാര്യങ്ങൾക്ക് പറയും, ചിലപ്പോൾ ഷാർപ്പായിട്ടുള്ള ചില കാര്യങ്ങൾ മറുപടി പറയും. അപ്പോൾ എനിക്കിട്ട് പണി തരാൻ വേണ്ടി രാവിലെ തന്നെ ആലോചിച്ചിട്ട് ചോദ്യമായിട്ട് വരുന്ന ചോദ്യം കേൾക്കുമ്പോൾ എനിക്കറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അതിന് പറ്റിയ ഒരു ഉത്തരം ഞാൻ അപ്പോൾ കൊടുക്കും. അത് വേറൊരാളുടെ രീതിയാണ്. എന്നിട്ട് ഞാൻ അവസാനം ചോദിക്കും, ഇനി വല്ല ചോദ്യവും ബാക്കിയുണ്ടാന്ന് ചോദിക്കും. ഇങ്ങനെയും ചെയ്യാൻ പാടില്ലെന്നാണ് ജോണി പറയുന്നത്. ഇത്ര ജനാധിപത്യപരമായിട്ട് എല്ലാ പത്രലേഖകരുടെയും എല്ലാ ചോദ്യം ഇനി വല്ല ചോദ്യവും ബാക്കിയുണ്ടാന്ന് ചോദിച്ച് ഞാൻ എഴുന്നേറ്റ് പോകുന്നതിന്റെ അല്ലിപ്പ കഴിഞ്ഞ 5 വർഷം പ്രതിപക്ഷ നേതാവ് ആയിരുന്നപ്പോൾ താങ്കൾ എടുത്ത ചില നിലപാടുകളുണ്ട്. ഇന്നിപ്പം MA ബേബി ഇവിടെ അദ്ദേഹമായിട്ടുള്ള ഇൻറ്ററാക്ഷനിൽ താങ്കളെ വിശേഷിപ്പിച്ചത് നിലപാടുകളുടെ രാജകുമാരൻ എന്നാണ്. ആ നിലപാടുകളുടെ രാജകുമാരൻ ഇപ്പോൾ മുഖ്യമന്ത്രി ആയതിനു ശേഷം അന്നത്തെ പല നിലപാടുകളിൽ നിന്നും പിന്നോട്ട് പോകുന്നത് നിങ്ങൾ കാണുന്നില്ലേ എന്നൊരു ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത്. അപ്പോൾ ഒരുപക്ഷെ താങ്കൾ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ എടുത്ത എല്ലാ നിലപാടുകളും അതേപോലെ തന്നെ മുഖ്യമന്ത്രി ഇരുന്നുകൊണ്ട് തുടരാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ അത് താങ്കൾ തുറന്നു പറയും. അല്ല, അതൊരു നെറേറ്റീവാണ് അങ്ങനെ പറയുന്നത്. അത് അവരുടെ ഒരു നെറേറ്റീവാണ്. ശരിയല്ലല്ലോ. ഏത് കാര്യത്തിലാണ് അന്നത്തെ തീരുമാനത്തിൽ നിന്ന് മാറ്റം ഉണ്ടായത്? ഒരു കാര്യം പറയട്ടെ. ഇപ്പം BJP സർക്കാരുമായിട്ടുള്ള ബന്ധം, ഇപ്പം പിണറായി സർക്കാർ BJP എന്ന പാർട്ടിയല്ല, BJP നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര സർക്കാർ, ആ കേന്ദ്ര സർക്കാരുമായിട്ട് ഒരു സർക്കാരിന് തീർച്ചയായിട്ടും കുറച്ച് അടുത്ത് പെരുമാറേണ്ടി വരും. കാരണം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പല അവകാശങ്ങളും നമുക്ക് കിട്ടേണ്ടതാണ്. പക്ഷെ അത് CPM-ഉം BJP-യും തമ്മിലുള്ള ഒരു ബാന്ധവമായിട്ട് ചിത്രീകരിക്കുമ്പോൾ ഇപ്പോൾ അതേ കാര്യം തന്നെ താങ്കൾക്കെതിരെയും വരികയാണ്. അതുപോലെ PM ശ്രീ നടപ്പാക്കുന്നതിൽ സംബന്ധിച്ചുള്ള മാറ്റം, അപ്പം അത്തരം കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ് നിലപാടുകളില്ലാത്തത്? അത് ആ വിഷയങ്ങൾ പഠിക്കാതെ കൊണ്ടാണ് അവർക്ക് അങ്ങനെ തോന്നുന്നത്. പൊതുസമൂഹത്തിന് അങ്ങനത്തെ ഒരു ധാരണയില്ല. ഞങ്ങൾ BJP-യുമായി അവർക്കൊരു അൺഹോളി നെക്സസ് ഉണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. ഞങ്ങൾ പറയാനുള്ള കാര്യം എന്താണ്? ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരുപാട് കാര്യങ്ങൾ അറിയാം. ഞാനതൊന്നും ആവർത്തിക്കേണ്ട. SNC ലാവ്ലിൻ കേസ് എത്ര വർഷമായിട്ട് സുപ്രീം കോടതിയിൽ പെൻഡിങ്ങാണ്. എപ്പോൾ കേസെടുത്താലും CBIയുടെ വക്കീലിന് പനിയാണ്, കേസെടുക്കൂല. 35 പ്രാവശ്യമായി. അങ്ങനെ ഒരു പനി വരുമോ? ഒരു വക്കീലിന് എപ്പോഴും പനി വരുമോ? നമ്മളതറിയാം. പിന്നെ ഇവിടെ ഒരു കേസ് ഉണ്ടായിരുന്നല്ലോ, വേറൊരു കേസ് ഉണ്ടായിരുന്നല്ലോ, കുഴൽപ്പണ കേസ്. ഒറ്റ BJP-ക്കാർ പ്രതിയായില്ലല്ലോ. പരസ്പരം
പുറം ചൊറിഞ്ഞു കൊടുത്ത് അവർ തമ്മിൽ ധാരണ ഉണ്ടാക്കി അവർ തൃശ്ശൂരെ ജയിപ്പിക്കാൻ പൂരം കലക്കി ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ 1, 2, 3, 4 എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ തമ്മിൽ ഒരു അവിശുദ്ധ ബാന്ധവം ഉണ്ട് എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഞങ്ങൾ അധികാരത്തിൽ വന്നു. ഇപ്പൊ ഇവരുടെ പ്രശ്നം എന്താ? ആദ്യത്തെ ദിവസം കേന്ദ്ര ഗവൺമെന്റുമായിട്ട് യുദ്ധം പ്രഖ്യാപിക്കണം. ഞാൻ പറഞ്ഞു, ബജറ്റിൽ കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ട് വിമർശനം അയച്ചുവിട്ടില്ല. ബജറ്റ് ഈസ് നോട്ട് ദ സ്പേസ് ഫോർ ഡിക്ലെയറിംഗ് വാർ അഗെയിൻസ്റ്റ് ദ യൂണിയൻ ഗവൺമെന്റ്. അതാണോ ബജറ്റിലാണോ യൂണിയൻ ഗവൺമെന്റിനെതിരായിട്ട് പറയണത്? യൂണിയൻ ഗവൺമെന്റുമായിട്ട് ഞങ്ങൾക്ക് ഐഡിയോളജിക്കൽ ആയിട്ടുള്ള ഡിഫറൻസ് ഉണ്ട്. അവിടെ ഭരിക്കുന്ന സംഘപരിവാറും കോൺഗ്രസ് പാർട്ടിയായിട്ട് ഐഡിയോളജിക്കൽ ഡിഫറൻസ് ഉണ്ട്. ആ ഐഡിയോളജിക്കൽ ഡിഫറൻസ് ഉള്ള കാര്യത്തിൽ ഞങ്ങൾ എന്താ തീരുമാനമെടുത്തിരുന്നത്? കറക്റ്റായിട്ട് തീരുമാനമെടുത്തല്ലോ. കേരളത്തിൽ ഓഗസ്റ്റ് 15-ാം തീയതി നിങ്ങൾ കണ്ടല്ലോ. വ്യത്യസ്തമായ അഭിപ്രായമുള്ള ഇന്ത്യയിലെ സ്റ്റേറ്റ് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന കേരളത്തിലെ ഭരണത്തിൽ ഞങ്ങൾ എന്താ ചെയ്തതെന്ന് കണ്ടല്ലോ. ഒന്ന് രണ്ട് PM ശ്രീ അവരാണ് പ്രഖ്യാപിച്ചത് ഞങ്ങൾ അതിൽ ഒപ്പിടില്ല എന്ന് പറഞ്ഞു. അവർ തന്നെ പോയി ഒപ്പിട്ട്. എന്തിനാ ഒപ്പിടാൻ കാര്യം? അവർ ഒപ്പിട്ടു. എന്നിട്ട് ഒപ്പിട്ടതിന് ശേഷം പറയുകയാണ് ഞങ്ങൾ നോക്കി പിന്മാറാൻ പറ്റുമോ? പിന്മാറാനുള്ള പ്രൊവിഷൻ ഇല്ല, അതിൻ്റെ അകത്ത് പിന്മാറാൻ പറ്റില്ല. അപ്പോൾ ആ പണം മേടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്തതെന്ന് അവർ പറഞ്ഞു. ആ പണം ഞങ്ങൾ മേടിച്ചെടുത്താലും കേരളത്തിലെ ജനങ്ങൾക്കല്ലേ കിട്ടുന്നത്. പക്ഷേ ചില നിലപാടുകൾ എടുക്കുമ്പോൾ ആശയപരമായിട്ടുള്ള വൈരുദ്ധ്യം ഉണ്ടാവും. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി ഭരിക്കുന്ന കർണാടകയിലും ഹിമാചൽ പ്രദേശിലും വന്ദേ മാതരം മുഴുവനായി പാടുന്നുണ്ട്. അവർക്കൊരു പ്രശ്നവുമില്ല. ഇവിടെ വന്ദേ മാതരം പാടുന്നത് താല്പര്യമില്ല എന്നുള്ള നിലപാടാണ് താങ്കൾ എടുക്കുന്നത്. അല്ല, കോൺഗ്രസ് നേതൃത്വം, ദേശീയ നേതൃത്വം എടുത്ത തീരുമാനമാണ് ഞങ്ങൾ കേരളത്തിൽ നടപ്പാക്കിയത്. അത് വേറെ ഏത് സംസ്ഥാനം നടപ്പാക്കിയിട്ടുണ്ടെന്നുള്ളത് വി ആർ ലീസ്റ്റ് ബോധേഡ് അബൌട്ട് ദാറ്റ്. കോൺഗ്രസിന്റെ അഭിപ്രായം അതിൽ കോംപ്രമൈസ് ഇല്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റാണ് കേരളത്തിലുള്ളത്. ഞങ്ങളൊരു പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ കോൺഗ്രസിന്റെ ഐഡിയോളജിക്കൽ ഫ്രെയിമിൽ നിന്നുകൊണ്ടുള്ള ഒരു പോളിസിയെ ഇംപ്ലിമെന്റ് ഞങ്ങൾ ചെയ്യുള്ളൂ. ഞങ്ങൾ അല്ലെങ്കിൽ വേറെ രീതിയിൽ പോലും. പിന്നെ നാടിന്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇപ്പോൾ ഒരു വിഷയം പറഞ്ഞു, PMAY പദ്ധതി എന്ന് പറഞ്ഞു, പ്രധാനമന്ത്രി ആവാസ് യോജന, ഒരു ഭവന നിർമ്മാണ പദ്ധതിയാണ്. നിങ്ങളൊക്കെ കേൾക്കണം. ഇവിടെ പണ്ട് ഇന്ദിരാ ആവാസ് യോജന ഇരുന്നത് കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഇന്ദിരാഗാന്ധിയുടെ പേരിലായിരുന്നു. ഇവിടെ EMS ഭവന നിർമ്മാണ പദ്ധതി ഉണ്ടായിരുന്നു. MN ലക്ഷം വീട് പദ്ധതി ഉണ്ടായിരുന്നു MN ഗോവിന്ദനാരുടെ പേരിൽ. ഇപ്പൊ PM ആവാസ് യോജന അവർ പറഞ്ഞു, PM ആവാസ് യോജന നടപ്പാക്കുമ്പോൾ അവരുടെ ഒരു ലോഗോ വയ്ക്കണം എന്ന് പറഞ്ഞു, ഒരു ചെറിയ എംബ്ലം. അപ്പൊ അവരെ കഴിഞ്ഞ ഗവൺമെന്റ് പറഞ്ഞു ഇത് വെക്കാൻ പറ്റില്ല, ഇത് വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടിൽ താമസിക്കുന്നവരുടെ പ്രസ്റ്റീജ് പോകുന്നു. ഞങ്ങളത് പരിശോധിച്ചപ്പോൾ 30,000 വീടുകൾക്ക് ഇപ്പൊ കിട്ടും. ഈ ഒന്നാം ഘട്ടം 1.5 ലക്ഷം വെച്ച് കിട്ടും, 450 കോടി കിട്ടും. അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഈ വീട് പണിയൊക്കെ പകുതിയായി കിടക്കുക. പാവപ്പെട്ടവന്റെ വീടാണ്. ഈ 1.5 ലക്ഷം കൊടുക്കാതെ ആ 1.5 ലക്ഷം കൂടി കൊടുത്താൽ ആ വീട് പണി പൂർത്തിയാക്കാം. വീട് പണി തുടങ്ങിയിട്ട് വീട് പണി വഴി കിടക്കാണ്. എന്താണ്? അതിന്റെ മീതെ എംബ്ലം വെക്കും എന്ന് പറഞ്ഞതുകൊണ്ട് അത് വേണ്ട എന്ന് പറഞ്ഞു. ആ തീരുമാനം തെറ്റാണെന്ന് പറഞ്ഞു. ഞങ്ങൾ ചർച്ച ചെയ്തിട്ട് ഞങ്ങൾ അതിൽ എഗ്രിമെന്റ് വെക്കാൻ പോവാണ്. എഗ്രിമെന്റ് വെച്ചു. ലോഗോ ഇഷ്ടമില്ലാത്തവർ വെക്കണ്ട. ലോഗോ, ഒരു ചെറിയ ലോഗോ വീടിന്റെ മുമ്പിൽ വെച്ചാൽ ലക്ഷം വീടുകൾ എല്ലാവർക്കും അറിയാലോ. MN ലക്ഷം വീട് പദ്ധതിയാണ്, ഗവൺമെന്റിന്റെ ലൈഫ് പദ്ധതിയിലാണ് ഇത് ചെയ്തതെന്ന്. അങ്ങനത്തെ ഈ അനാവശ്യമായിട്ടുള്ള വാദങ്ങളെല്ലാം കൊണ്ടുവന്ന് കിട്ടേണ്ട പൈസ കളയാവും. ഈ ഘട്ടത്തിൽ 450 കോടി രൂപ പോയാൽ അടുത്ത ഘട്ടത്തിൽ 1000 കോടി രൂപ പോവും. കേന്ദ്ര ഗവൺമെന്റ് തരുന്നത് ഔദാര്യമൊന്നും അല്ലല്ലോ. നമ്മൾ കൊടുക്കുന്ന GSTയുടെ 50% ആണ് അങ്ങോട്ടാ പോകുന്നത്. നമ്മൾ കൊടുക്കുന്ന ഇൻകം ടാക്സ് അങ്ങോട്ടാ പോകുന്നത്. അതിന്റെ ഡ്യൂ ഷെയർ ആണ് പ്രോജക്റ്റുകളായിട്ട് കേരളത്തിലേക്ക് കിട്ടുന്നത്. അതെല്ലാ പദ്ധതിക്കും അത് വേണ്ട ഇത് വേണ്ട എന്ന് പറയുന്നതിന്റെ യുക്തി എന്താണ്? അതാണ് ആന്റി BJP എന്ന് പറയുന്നത്. അതാണ് ഐഡിയോളജിക്കൽ ഫൈറ്റ് എന്ന് പറയുന്നത്. അത് റെറ്ററിക്കാണ്, വെറും വാചാടോപമാണ്. ആ റെറ്ററിക് വാചാടോപം നടത്തിയിട്ടല്ല ഐഡിയോളജിക്കലായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. അപ്പൊ ശരി, അത് സംബന്ധിച്ചുകൊണ്ട് തന്നെ ഞാൻ ഭരണപരമായ ഒരു കാര്യം ചോദിക്കട്ടെ. താങ്കൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള നേതാവ് ജവഹർലാൽ നെഹ്റു. അദ്ദേഹം ഇന്ത്യയുടെ ഭരണം ഏറ്റെടുത്തതിന് ശേഷം ഒരു വിദേശ മാധ്യമ പ്രതിനിധി അദ്ദേഹത്തോട് ചോദിച്ചു, അപ്പോൾ അങ്ങനെ ഒരു താങ്കളുടെ ഭരണം വന്നിട്ടും ചില കാര്യങ്ങളിൽ ഒരു മാറ്റം കാണുന്നില്ലല്ലോ എന്ന്. അപ്പോൾ അന്നേരം നെഹ്റു പറഞ്ഞ ഒരു മറുപടി ഉണ്ട്, ഓൺലി വെൻ യു ഗെറ്റ് ഇൻ ടു ഇറ്റ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് വാട്ട് എന്നാണ് നെഹ്റു പറഞ്ഞത്. ഈ ഭരണ സംവിധാനത്തിന് ഉള്ളിലേക്ക് കടന്നതിന് ശേഷം താങ്കൾക്കുണ്ടായ ഏറ്റവും വലിയ ലേണിംഗ് എന്താണ്? ഏറ്റവും വലിയ ലേണിംഗ് ഒരുപാട് മാറ്റം ഉണ്ടാക്കണം. ഒരുപാട് മാറ്റം. നിലവിലെ സ്ഥിതി കണ്ടു കഴിഞ്ഞാൽ
നമുക്ക് സങ്കടം വരും, നമുക്ക് പ്രയാസം ഉണ്ടാവും. എങ്ങനെയാണ് ജനങ്ങളുടെ നികുതി പണം ചോരുന്നത് എന്ന് നമുക്ക് വളരെ വിഷമം ഉണ്ടാവും, ആദ്യം ഉണ്ടാവും. നമുക്കത് കറക്റ്റ് ചെയ്യണം എന്നുള്ള ബോധ്യം അതിൽ നിന്നുണ്ടാവും. അത് കറക്റ്റ് ചെയ്യും, ഒരു സംശയവും വേണ്ട. ജനങ്ങളുടെ നികുതി പണം നാടിൻ്റെ നന്മയ്ക്കും അവരുടെ ക്ഷേമത്തിനും വേണ്ടിയിട്ട് ഉപയോഗിക്കുള്ളൂ. അല്ലാതെ ഒരു പണം അനാവശ്യമായി പോകരുത് എന്ന് പറയും. നമ്മുടെ ചില സിസ്റ്റംസ് ഉണ്ട്. ഇപ്പോൾ ഈ പബ്ലിക് സർവീസ് കമ്മീഷൻ വെച്ചിരിക്കുന്നു. പബ്ലിക് സർവീസ് കമ്മീഷൻ തോന്നിയ പോലെ ചെയ്യാൻ പാടില്ലല്ലോ. പബ്ലിക് സർവീസ് കമ്മീഷൻ അവിടെ ഇരിക്കുമ്പോൾ ഇവിടെ ബാക്ക്ഡോർ അപ്പോയിൻമെന്റ് നടത്താമോ? എന്തുമാത്രം ബാക്ക്ഡോർ അപ്പോയിൻമെന്റാണ് കേരളത്തിൽ. 10,000-കണക്കിന് ആളുകളാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ഒരു കേന്ദ്ര പദ്ധതി വന്നു, 3 കൊല്ലത്തേക്കാണ് ആ പ്രോജക്റ്റ്. അതിലൊരു 1000 പേരെ നിയമിച്ചു. ആ പ്രോജക്റ്റിന്റെ പീരീഡിലേക്കാണ് നിയമിക്കുന്നത്, 3 കൊല്ലത്തേക്ക്. പ്രോജക്റ്റ് തീർന്നു, ഈ 1000 പേര് കണ്ടിന്യൂ ചെയ്യാണ്, ജോലിയൊന്നുമില്ല. അവർ കണ്ടിന്യൂ ചെയ്യാൻ അനുവാദം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഓരോ പീരീഡിക്കലായിട്ട്. ഇവർ ശമ്പളം മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറെ കഴിയുമ്പോൾ ഇവരെ റെഗുലറൈസ് ചെയ്യാണ്, ഇവർ സ്ഥിരം ജീവനക്കാരായി. എന്താണിത് നടക്കുന്നത്? അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അതുപോലെ അനാവശ്യമായിട്ടുള്ള സർക്കാരിൻ്റെ 1 രൂപ പോലും നഷ്ടപ്പെടില്ല എന്നുള്ള ഉറപ്പുവരുത്തണം. അപ്പോൾ കുറേ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാം. ചില കാര്യങ്ങളിൽ കാര്യങ്ങൾ പഠിച്ചാൽ നമ്മുടെ ഒരു ഇടപെടൽ കൊണ്ട് നമുക്ക് മാറ്റം ഉണ്ടാക്കാൻ പറ്റും. ഒരു ഉദാഹരണം ഞാൻ പറയാം. കുറേ വർഷങ്ങളായി കൊച്ചിൻ ഷിപ്പ്യാർഡ് ഡിഫൻസ് മിനിസ്ട്രിയുടെ കീഴിലും കൂടിയുള്ള സ്ഥാപനമുള്ള അവർ ഈ രാമന്തുരത്തിൽ ഒരു 18 ഏക്കർ സ്ഥലം ചോദിക്കുക. എല്ലാം റെഡിയാ, പക്ഷെ കൊടുക്കൂല. എന്തിനാ 18 ഏക്കർ സ്ഥലം? 5000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഷിപ്പ് ബിൽഡിങ്ങിന് ആവശ്യമായ ഷിപ്പ് ബ്ലോക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അത് വന്നാൽ 5000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഈ തൊട്ടപ്പുറത്ത് രാമന്തുരത്തിൽ 2000 പേർക്ക് ഡയറക്റ്റ് എംപ്ലോയ്മെന്റ് ജനറേഷനാണ്. ഒരു 3000 പേർക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് ജോലി കിട്ടും. പക്ഷെ അവിടെ കിടക്കുക. ഞങ്ങളത് പഠിച്ചു, ഒരാഴ്ച നന്നായി പഠിച്ചു, അതിൻ്റെ എല്ലാ വശവും നോക്കി. കഴിഞ്ഞ ക്യാബിനറ്റിൽ വെച്ച് തീരുമാനം എടുത്തു, അവർക്ക് ആ സ്ഥലം വിട്ടുകൊടുത്തു. അവരിപ്പോൾ അത് തുടങ്ങാൻ പോവാണ്. നിരവധി കാര്യങ്ങൾ. ഇപ്പോ വിഴിഞ്ഞത്ത് ഒരു കണ്ടെയ്നർ ഇത് തുടങ്ങണം. അപ്പോൾ വ്യവസായ വകുപ്പിന്റെ 2 ഏജൻസികൾ തമ്മിൽ വർഷങ്ങളായിട്ട് തർക്കമാണ്. അത് തമിഴ്നാട്ടിലേക്ക് പോകുമെന്ന് നമുക്ക് മനസ്സിലായി. ഞങ്ങൾ വ്യവസായ വകുപ്പ് മന്ത്രിയും സെക്രട്ടറി ഞങ്ങൾ എല്ലാവരുടെയും കൂടി പറഞ്ഞു 24 hours തീരുമാനം എന്ന് പറഞ്ഞു. ആ 2 ഏജൻസി, വ്യവസായ വകുപ്പിന്റെ 2 ഏജൻസി ഒരുമിച്ച് നിന്ന് സംസാരിച്ച് 24 hours 20 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് തീരുമാനം എടുത്തു. സമ്മതിച്ച് അവിടെ കണ്ടെയ്നർ സ്റ്റേഷൻ തുടങ്ങുവാണ്. തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് കാര്യങ്ങൾ നന്നായി പഠിക്കണം, ഒന്ന്. രണ്ടാമത് അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് എന്താണെന്ന് ചെക്ക് ചെയ്യണം. സ്റ്റേറ്റിന് എന്തെങ്കിലും ദോഷമായിട്ട് വരുമെന്ന് നമ്മൾ നോക്കണം. അറിവുള്ളവരോട് സംസാരിക്കണം. അതിൽ എക്സ്പെർട്ടുകളോട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യണം. ഒരാളോട് പോരാ, ഒന്നിലധികം ആളുകളോട്. എന്നിട്ട് നമുക്ക് ഒരു ബോധ്യം വരുന്നൊരു ഘട്ടമുണ്ട്. അത് വേഗത്തിലാകണം. ആ ബോധ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ആ പദ്ധതി നടപ്പാക്കണം. ബോധ്യം വന്നാൽ എതിർപ്പുകൾ ഉണ്ടായാലും ആ പദ്ധതി നടപ്പാക്കും ഉറപ്പായിട്ടും. അപ്പോഴും എതിർപ്പുകൾ ഉണ്ടാകുമ്പോൾ നമ്മളത് കറക്റ്റ് ആണെങ്കിൽ നമ്മളത് കറക്റ്റ് ചെയ്യും. ഓക്കെ, അതിലെന്താ തെറ്റ്? അപ്പൊ ശരിയായ തീരുമാനമാണെങ്കിൽ പോലും എതിർപ്പുകൾ ഉണ്ടാവാം. പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിന്റെ ഒരു കടമ തന്നെ അതാണല്ലോ. ഇപ്പൊ താങ്കൾ പ്രതിപക്ഷ നേതാവായി ആദ്യം ചുമതലയേറ്റപ്പോൾ പറഞ്ഞിരുന്നു, എല്ലാ കാര്യത്തെയും എതിർക്കുക എന്നതല്ല, കുറച്ച് ക്രിയാത്മകമായിട്ടുള്ള ഒരു സമീപനം കൂടി ഉണ്ടാവുമെന്ന്. താങ്കൾക്ക് പ്രതിപക്ഷത്തോടുള്ള സമീപനം എന്തായിരിക്കും? അല്ല, അവര് പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കും, പ്രതിപക്ഷം പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കും. അവർ പറയുന്ന നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളത് കറക്റ്റ് ചെയ്യും. അവർ ചിലപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചിലപ്പോൾ കാര്യങ്ങൾ പറയുമായിരിക്കും, ഭാവിയിൽ പറയുമായിരിക്കും. ഇപ്പം അവർ ഡേ 1 മുതൽ പറയാണ്. ഇപ്പം ഡേ 1 മുതൽ അവർ സമരമാണ്. എന്താ സമരം എന്നറിയാം? കഴിഞ്ഞ 14 മാസക്കാലത്തെ ഈ കുടിശ്ശിക ഇപ്പം മുതൽ വിതരണം ചെയ്യണം. കേട്ടാൽ തോന്നുന്നു ഞാനുണ്ടാക്കിയ കുടിശ്ശികയാണ്, ഞങ്ങളുണ്ടാക്കിയ കുടിശ്ശികയാണ്. ഇവരുണ്ടാക്കിയ കുടിശ്ശികയാണ് 14 മാസം. അത് ഞങ്ങൾ അധികാരത്തിൽ വന്ന ആദ്യത്തെ ദിവസം അല്ലെങ്കിൽ ആദ്യത്തെ മാസം ഞങ്ങളിപ്പോൾ കുടിശ്ശിക തീർക്കണമെന്ന് പറഞ്ഞ് അവർ സമരം ചെയ്യാണ്. അത്തരം തമാശകളൊക്കെ ഉണ്ടാവും, പൊളിറ്റിക്സ് ആണ്. പക്ഷേ അതിനിടയിൽ കുറെ കാര്യം പറയുമല്ലോ, കുറെ പേരെങ്കിലും കുറെ കാര്യങ്ങൾ പറയും. അവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കും. അത് ശരിയായ കാര്യങ്ങൾ, നാടിന് നന്മ വരുത്തുന്ന കാര്യങ്ങളാണെങ്കിൽ അവർക്കൊരു അഭിനന്ദനം കൂടി പറഞ്ഞിട്ട് ആ കാര്യം നടപ്പാക്കും. ഒരു പ്രതിപക്ഷത്തിന്റെയും കൂടി അഭിപ്രായം എന്ന് പറയും ഇത്. ശരിക്കും പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃത്വ സ്ഥാനത്ത് വരും എന്ന് താങ്കൾ വിചാരിച്ചിരുന്നു? ഞാൻ കരുതിയില്ല അദ്ദേഹം വരുമെന്ന്. ഞാൻ കരുതി
പക്ഷെ അദ്ദേഹം വന്നപ്പോൾ എന്ത് തോന്നി? അല്ല, എനിക്ക് നല്ലതായിട്ടാണ് തോന്നിയത്. കാരണം അദ്ദേഹം മുഖ്യമന്ത്രിയും ഞാൻ പ്രതിപക്ഷ നേതാവും ആയിട്ട് 5 കൊല്ലം ഇരുന്നതല്ലേ. അപ്പോൾ കുറെ കൂടി ഗൗരവം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നി. അദ്ദേഹത്തെ പോലെ 10 കൊല്ലം മുഖ്യമന്ത്രിയായിരുന്ന ഒരാൾ പ്രതിപക്ഷ നേതാവായി അപ്പുറത്തിരിക്കുമ്പോൾ ഞാൻ കുറെ കൂടെ സീരിയസ് ആവും. ഞാൻ കുറെ കൂടെ ഗൗരവം. വളരെ പ്രധാനപ്പെട്ട ഒരാളല്ലേ അപ്പുറത്തിരിക്കുന്നത്. 10 കൊല്ലത്തിന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാൾ അപ്പുറത്തിരിക്കുമ്പോൾ ഞങ്ങളിപ്പുറത്ത്, ഞാൻ മാത്രമല്ലല്ലോ, ഞങ്ങളെല്ലാവരും ഇപ്പുറത്ത് കുറെ കൂടെ സീരിയസ് ആവും. അദ്ദേഹം വന്നാൽ നന്നായി എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഓക്കെ, ഞാൻ അവസാനമായിട്ട് ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇപ്പോൾ താങ്കൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളും സങ്കല്പങ്ങളും ഒക്കെ ഉണ്ട്. ചിലതൊക്കെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം കൊണ്ട് അല്ലെങ്കിൽ കേരളത്തിലെ ഒരു പഴയ പാരമ്പര്യം കൊണ്ട് നടപ്പാക്കാനായിട്ട് വിഷമമാവും. ഉദാഹരണത്തിന് ഇപ്പോൾ പെൻഷൻ പ്രായം കൂട്ടണമെന്ന് താങ്കൾക്ക്, അത് നമ്മൾ യുക്തിസഹമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തോന്നുന്നുണ്ടാവാം. പക്ഷെ അത് അത്ര എളുപ്പത്തിൽ ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഈ കേരളത്തിൽ താങ്കൾക്ക് എന്താണ്, കേരളം ഒന്ന് മാറി ചിന്തിച്ചിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന 1-2 കാര്യങ്ങളിലൂടെ പറയൂ. കേരളം മാറി ചിന്തിക്കും, മാറിയേ പറ്റുള്ളൂ. ഇപ്പോൾ ഭാവിയിൽ എപ്പോഴെങ്കിലും പെൻഷൻ പ്രായം കൂട്ടേണ്ടി വരും. ഞാൻ നേരത്തെ ഡെമോഗ്രാഫിക് ചേഞ്ചസിനെ കുറിച്ചാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? എല്ലാ സ്ഥലത്തും പെൻഷൻ പ്രായം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ നേരത്തെ പോയി റിട്ടയർ ചെയ്ത് നമുക്ക് അവർക്ക് പെൻഷൻ കൊടുക്കുക എന്നുള്ളതല്ലല്ലോ. അതിലൊക്കെ മാറ്റം ഉണ്ടാകും കാലാനുസൃതമായി. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. ലാൻഡ് റീഫോംസ്. കേരളമായിരുന്നു ഇന്ത്യയുടെ മുമ്പിൽ അല്ലേ. ഇന്ത്യയിൽ ആർ ശങ്കറിൻ്റെ കാലത്തൊക്കെ ഉണ്ടായ നമ്മുടെ ഭൂപരിഷ്കരണ നിയമം, ആ ഭൂപരിഷ്കരണ നിയമം റെവല്യൂഷണറി ആയിരുന്നു കേരളത്തിൽ ഒരു കാലത്ത്. ഇപ്പോൾ ഞങ്ങൾ പ്രഖ്യാപിച്ചത് ഭൂപരിഷ്കരണം 2 ആണ്. എന്താ കാര്യം? ദിസ് ഈസ് ദ റൈറ്റ് ടൈം ഫോർ എ ചേഞ്ച്. ഇപ്പം മാറണം. ഇപ്പം ആ ഭൂപരിഷ്കരണ നിയമത്തിൽ ഭേദഗതികൾ കൊണ്ടുവന്ന് പുതിയ ആശയങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യണം. പ്ലാന്റേഷൻ എല്ലാം പൂട്ടിക്കിടക്കുക. ആ പ്ലാന്റേഷനുകളെല്ലാം തുറന്നു പ്രവർത്തിക്കണം. അവിടെയുള്ളവർക്ക് ജോലി ഉണ്ടാവണം, വരുമാനം ഉണ്ടാകണം, കാർഷിക വൃത്തിയെ പ്രോത്സാഹിപ്പിക്കണം, അവിടെ പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാകണം, അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വാല്യൂ അഡീഷൻ ഉണ്ടാകണം. ആ വാല്യൂ അഡീഷൻ വിഴിഞ്ഞത്ത് നിന്ന് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റണം, അതിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഭൂപരിഷ്കരണ നിയമം, നിലവിലുള്ള ഭൂപരിഷ്കരണ നിയമം അത്തരം കാര്യങ്ങൾക്ക് തടസ്സമാണ് എന്ന് ഞങ്ങൾ പഠിച്ചു ബോധ്യപ്പെട്ട് ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ വന്നാൽ ഞങ്ങൾ അമെൻമെൻറ്റ് വരുത്തും, ബഡ്ജറ്റിൽ പറഞ്ഞു പ്രഖ്യാപിക്കും, ഒക്ടോബറിൽ മാറ്റം വരുത്തും. അപ്പോൾ അത് ചെയ്യും. അപ്പോൾ കേരളത്തിന് ഇപ്പോൾ ഈ നവംബർ 1-ാം തീയതി 70 വയസ്സ് തികയുകയാണ്. ഇപ്പോൾ താങ്കളുടെ ഈ ആദ്യ ഭരണ കാലാവധി കഴിയുമ്പോൾ കേരളത്തിന് 75 വയസ്സാകാറാവും. ഈ 5 വർഷം കേരളത്തെ സംബന്ധിച്ചിടത്തോളം മാറ്റങ്ങളുടെ വർഷം ആയിരിക്കും എന്ന് ഒരു വാഗ്ദാനം തരാൻ താങ്കൾക്ക് കഴിയുമോ? ഉറപ്പായിട്ടും മാറ്റങ്ങളുടെ വർഷമായിരിക്കും. മാറ്റങ്ങളുടെ മാറിയേ മതിയാവും. ഞാൻ പറഞ്ഞല്ലോ, വേറെ നോ അതർ ഓപ്ഷൻ. മാറിയില്ലെങ്കിൽ കേരളം തകർന്നു പോകും. ഞാൻ എല്ലാവരോടും, എല്ലാ വിഭാഗം ജനങ്ങളോടും, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ വിശ്വസിക്കുന്നവരോടും എല്ലാവരോടും പറയാനുള്ളത്, ഇത് നമ്മുടെ കേരളമാണ്, നമ്മുടെ മക്കളുടെയും അവരുടെ മക്കളുടെയും കേരളമാണ്. അതിനെ നമ്മൾ തകർക്കരുത്. ഇതാണ് റൈറ്റ് ടൈം. ഇനിയും വൈകാൻ പറ്റില്ല. അപ്പോൾ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി കേരളത്തിനെ ട്രാക്കിലേക്ക് കൊണ്ടുവരണം. അത് കൊണ്ടുവരണം. അതിന് എന്ത് അധിക്ഷേപങ്ങൾ കേട്ടാലും, എന്ത് ആരോപണങ്ങൾ കേട്ടാലും, എന്ത് തെറ്റായ പ്രചരണം ഉണ്ടായാലും അതിലൊന്നും തളർന്നു പോകാതെ ഒരു പ്രതിസന്ധിയും, എല്ലാ പ്രതിസന്ധികളെയും ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കും. അതിനെ മറികടന്ന് എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കും. ഈ ഗവൺമെൻറ്റിൻ്റെ തീരുമാനം അതാണ്. ഈ ഗവൺമെൻറ്റിൻ്റെ വിൽ പവർ എന്ന് പറയുന്നത് ആ പ്രഖ്യാപിച്ച കാര്യങ്ങൾ. ഞങ്ങളാണ് ഇന്ത്യയിലെ ആദ്യത്തെ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അവസാനത്തെ 2 വർഷം ഞങ്ങൾ ചർച്ച തുടങ്ങി കേരളത്തിൽ മാറ്റമുണ്ടാകാനുള്ള കാര്യങ്ങൾ. ഞങ്ങൾ ഗവൺമെൻറ്റിനെ വിമർശിച്ചപ്പോൾ ഞങ്ങൾക്കൊരു കുറ്റബോധം തോന്നി. ഗവൺമെൻറ് എവിടെയെല്ലാം പരാജയപ്പെട്ടു എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ അധികാരത്തിൽ വന്നാൽ എന്ത് ചെയ്യും എന്നൊരു ചോദ്യം സ്വന്തം മനസാക്ഷിയോട് ചോദിച്ചവരാണ് ഞങ്ങളെല്ലാം. അങ്ങനെയാണ് ഞങ്ങൾ ഇവർ പരാജയപ്പെട്ട സ്ഥലത്ത് എന്തു മാറ്റം ഉണ്ടാക്കണം എന്നതിനെക്കുറിച്ച് വിദഗ്ധരുമായിട്ടുള്ള ചർച്ച തുടങ്ങി. ഞങ്ങൾ പേപ്പറുകൾ പ്രസന്റ് ചെയ്ത് ഞങ്ങൾ അതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ആത്മവിശ്വാസം കേരളത്തിന് മുതൽക്കൂട്ടാവട്ടെ, നല്ല മാറ്റം കേരളത്തിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇപ്പോൾ സമയം ഇത്രയും വൈകിയതുകൊണ്ട് നമ്മുടെ സദസ്സിൽ നിന്ന് ചില ചോദ്യങ്ങൾ കൂടി ചോദിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷെ ഇത്രയും വൈകിയതുകൊണ്ട് അതിന് സമയമുണ്ട്. തീർച്ചയായിട്ടും ചോദിക്കും. 1-2 ചോദ്യങ്ങൾ എടുക്കാം, കാരണം അത്രയും വൈകിയതുകൊണ്ടാണ്. നമസ്കാരം സാർ.
സാറ് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും മുഖ്യമന്ത്രി ആയതിനു ശേഷവും ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് പറയുന്നതാണ് ഭരണത്തിലിരിക്കുന്നവർ അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് ഓഫീസിൽ ടൈം ബൗണ്ട് ആയിട്ടുള്ള അക്കൗണ്ടബിലിറ്റിയെ കുറിച്ച്. ഇവിടെ പ്രത്യേകിച്ച് സർവകലാശാലകളിലും നമ്മുടെ ഓഫീസുകളിലെല്ലാം സാധാരണക്കാരൻ കാത്തു നിൽക്കാതെ കാലു പിടിക്കാതെ തന്നെ അവരുടെ ആവശ്യങ്ങൾ, അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ പാസ്സാക്കിയതാണ് 2025 പബ്ലിക് സർവീസ് ആക്ട് എന്ന് പറയുന്നത്. പക്ഷെ അത് പ്രാക്ടിക്കലാക്കാൻ ഒരു റെഗുലേഷൻസോ ഒരു സ്റ്റെപ്സോ എടുത്തിട്ടില്ല. ഇനിയെങ്കിലും അതിനൊരു പെട്ടെന്നുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാം. പബ്ലിക് സർവീസ് ആക്ട് നമ്മുടെ റൈറ്റ് ടു ഇൻഫോർമേഷൻ പോലെ തന്നെ സാധാരണക്കാരന് ഉപകാരപ്പെടുന്ന രീതിയിൽ പ്രാക്ടിക്കലായി നമ്മുടെ ഓഫീസുകളിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുമോ? തീർച്ചയായിട്ടും കൊണ്ടുവരണം. കൊണ്ടുവന്നേ മതിയാവൂ. പബ്ലിക്കിനോടല്ലേ കമ്മിറ്റ്മെൻ്റ് ഉണ്ടാകേണ്ടത്. ഇപ്പോൾ വിദ്യാർത്ഥി നേതാവാണ്, ഇപ്പോൾ സിൻഡിക്കേറ്റിലേക്ക് വന്നു. ഇപ്പോൾ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റുകൾ, എനിക്ക് കേരളത്തിലെ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റുകളെ കുറിച്ചൊരു പരാതിയുള്ളത്, അവിടെ എല്ലാ കാര്യവും ചർച്ച ചെയ്യും. ആകാശത്തിന് കീഴിലുള്ള എല്ലാ കാര്യം, ഒരു കാര്യം ഒഴിച്ച് അക്കാഡമിക് കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യില്ല. അക്കാഡമിക് കാര്യങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള ലോകത്തിന് സൂര്യന് താഴെയുള്ള എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുന്ന ഒരു സ്ഥലമാണ് സിൻഡിക്കേറ്റ്. അതുപോരാ, സിൻഡിക്കേറ്റ് യോഗങ്ങളിൽ നല്ല അജണ്ടയുണ്ടാകണം, അക്കാഡമിക് പ്രോഗ്രാമുകളെ കുറിച്ച് ചർച്ച ചെയ്യണം, റിസർച്ച് പ്രൊമോട്ട് ചെയ്യാനുള്ള ചർച്ച ചെയ്യണം, പുതിയ കാലത്തെ സബ്ജക്റ്റുകളെ കുറിച്ച് ചർച്ച ചെയ്യണം. ആ രീതിയിൽ അജണ്ട മാറ്റി നിശ്ചയിക്കണം. അപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ മാറ്റം ഉണ്ടാവും. യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റിൽ ഇപ്പം നിങ്ങളെല്ലാം പുതിയതായി കടന്നു വന്നവരാണ്, നിങ്ങളെല്ലാം അതിന് ഇനീഷ്യേറ്റീവ് എടുക്കണം. കുട്ടികളുടെ ഭാവിയെക്കുറിച്ച്, കേരളത്തിലെ കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് ചർച്ച ചെയ്യണം. ലോകത്തെ ലെഗസി യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, എത്രയോ പുതിയ യൂണിവേഴ്സിറ്റീസ് വരുന്നു. ഇപ്പോൾ UK യിലൊക്കെ 2-3 കൊല്ലം കൂടുമ്പോൾ റേറ്റിംഗ് കൊടുക്കുകയാണ് യൂണിവേഴ്സിറ്റികൾക്ക്. എന്തുകൊണ്ടാണ് റേറ്റിംഗ് കൊടുക്കുന്നത്? അവിടുത്തെ പുതിയ കോഴ്സുകൾ എന്താണ്, ആ കോഴ്സുകളുടെ അട്രാക്ഷൻ എന്താണ്? എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ അത്തരം കോഴ്സുകൾ കൊണ്ടുവരാൻ പാടില്ല? പിന്നെ റിസർച്ചിൽ നിന്ന് കിട്ടുന്ന ഔട്ട്കം, യൂണിവേഴ്സിറ്റികളൊക്കെ ഒരുപാട് സമയം ചെലവാക്കി അക്കാഡമിക് കാര്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കിയിട്ടാണ് റിസർച്ച് പേപ്പർ സബ്മിറ്റ് ചെയ്യുന്നത്. ആ റിസർച്ച് പേപ്പർ സബ്മിറ്റ് ചെയ്യുന്ന ഒരു റിസർച്ച് സ്കോളർ സബ്മിറ്റ് ചെയ്യുന്ന ഒരു പേപ്പറിനെ നാടിന് ഗുണപരമാക്കി എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം? അതൊക്കെയല്ലേ യൂണിവേഴ്സിറ്റികൾ ചർച്ച ചെയ്യേണ്ടത്. നിങ്ങൾ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, തമിഴ്നാട് ഒരു അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഉണ്ട്. ആ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി തമിഴ്നാടിൻ്റെ കാർഷിക വികസനത്തിന് വേണ്ടി ചെയ്ത സംഭാവനകൾ നമ്മളൊന്ന് പഠിക്കുക. നന്നായി സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇത്തരം ഒരു കാര്യം, ഇപ്പോൾ ഡിസാസ്റ്ററുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിലെ എത്ര യൂണിവേഴ്സിറ്റികൾ ഡിസാസ്റ്റർ റെസീലിയൻസ് പ്രോജക്റ്റിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്? യൂണിവേഴ്സിറ്റികളിലല്ലേ ചർച്ച നടക്കേണ്ടത്? കുട്ടികളെ ഇൻസ്പയർ ചെയ്യണ്ടേ? കുട്ടികളെ ഓരോ വിഷയത്തിനോടും പാഷനേറ്റ് ആക്കണ്ടേ? അവർക്ക് ഇഷ്ടമുള്ള വിഷയത്തിൽ അവർക്ക് അറിവ് തേടി അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് അവർക്കൊരു പ്രേരക ശക്തിയായി യൂണിവേഴ്സിറ്റി മാറണ്ടേ? അതല്ലേ വേണ്ടത്? അതിലേക്ക് നമുക്ക് കൊണ്ടുപോകണം കേരളത്തെ. എല്ലാ രംഗങ്ങളിലും മാറ്റം ഉണ്ടാകണം. മാറ്റം ഉണ്ടായേ മതിയാവൂ. ഇനി നമുക്ക് ഈ പഴയ കാര്യങ്ങൾ പറഞ്ഞു പോകാൻ പറ്റില്ല. നമുക്ക് ഒരു ചോദ്യം കൂടി, നമുക്ക് സമയം ഇത്രയും അതിക്രമിച്ചുകൊണ്ടാണ്. മൈക്ക് കൊടുക്കൂ. മൈക്ക് കൊടുക്കൂ. ഉറപ്പായി ഉണ്ടാവും. ഈ ഗവൺമെന്റിന്റെ മുൻഗണനാക്രമങ്ങളിലൊന്ന് ഞാൻ പറയാം. അതായത് കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട്, ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് ഉണ്ടായ വ്യത്യാസമാണ്. ഞങ്ങളൊരു 3 വർഷം മുമ്പ് കേരളത്തിൻ്റെ നിയമസഭയിൽ 195 രാജ്യങ്ങൾ ഉണ്ടാക്കിയ ഇന്റർ ഗവൺമെൻറ് പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് റിപ്പോർട്ടും അതിന്മേൽ അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ അനാലിസിസ് റിപ്പോർട്ടും സഭയുടെ ചർച്ചയ്ക്ക് കൊണ്ടുവന്നു. ഒരുപാട് പേര് കളിയാക്കി ഞങ്ങളെ. IPCC റിപ്പോർട്ട് സഭയിൽ ചർച്ചയാണ്. കേരളം അപകടകരമായ രീതിയിൽ പോവുകയാണെന്നുള്ള തിരിച്ചറിവുകൊണ്ട് അത് കൊണ്ടുവന്ന് ഓക്കി വന്നു, അല്ലേ? പ്രളയം വന്നു, ഇപ്പോൾ എക്സ്ട്രീം ഹെവി റെയിൻ വരുന്നു, ക്ലൗഡ് ബേസ്റ്റ് വരുന്നു, ലാൻഡ് സ്ലിപ്പ് ഉണ്ടാകുന്നു, ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്നു. നമ്മുടെ ഈ ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യങ്ങളിൽ പ്രധാന ഒന്ന്, രാജ്യത്തിന് തന്നെ മോഡലാകുന്ന ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റെസീലിയൻസ് സിസ്റ്റം ഉണ്ടാവും. അതിൻ്റെ വർക്ക് തുടങ്ങിക്കഴിഞ്ഞു. റൂർക്കി IIT-യിൽ നിന്നുള്ള വിദഗ്ധരുൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങൾ കൊണ്ടുവന്ന് ഞങ്ങൾ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആവശ്യമായ നിയമ ഭേദഗതികൾ ഉണ്ടാകും, ഒരു കൃത്യമായ പ്രോട്ടോകോൾ ഉണ്ടാകും. നദികൾ, ഡാമുകൾ മുഴുവൻ മണൽ നിറഞ്ഞു കിടക്കുകയാണ്.
ഡാമിൻ്റെ കപ്പാസിറ്റിയുടെ പകുതിയെ വെള്ളം ശേഖരിക്കാൻ പറ്റുന്നുള്ളൂ. നദികളിൽ കംപ്ലീറ്റ് ചെളിയാണ്, മണലാണ്. അപ്പോൾ ചെറിയ മഴ പെയ്താൽ റിവറിൻ്റെ ക്യാരിയിങ് കപ്പാസിറ്റി കുറഞ്ഞിരിക്കുകയാണ്. ചെറിയ മഴ പെയ്താൽ ഫ്ലഡഡ് ആവുകയാണ്. അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്യണം, ഡാം ഡീസിൽറ്റ് ചെയ്യണം, നദികളിൽ നിന്നും മണ്ണ് നീക്കണം. പ്രോജക്റ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് ആരംഭിക്കുകയാണ്. അതിൻ്റെ ബാക്കി വർക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കംപ്ലീറ്റ് ആയിട്ട്. ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ റിവറിൻ്റെ ക്യാരിയിങ് കപ്പാസിറ്റി കൂടും. കേരളത്തിൽ നല്ല ഡാം മാനേജ്മെൻ്റ് ഉണ്ടാവും. വിദേശ രാജ്യങ്ങളിലെ പോലെ ഡാമിൻ്റേക്കുള്ള വെള്ളത്തിൻ്റെ ഇൻഫ്ലോ, പുറത്തേക്കുള്ള ഔട്ട്ഫ്ലോ, ആ കാച്ച്മെൻ്റ് ഏരിയയിലുള്ള ക്ലൈമറ്റ് പ്രഡിക്ഷൻ, റിവർ വാലിയിലുള്ള വെള്ളത്തിൻ്റെ പൊസിഷൻ, റിവർ വാലിയിൽ മഴ പെയ്യാനുള്ള സാധ്യത, ക്ലൈമറ്റ് പ്രഡിക്ഷൻ, ഇതെല്ലാം തമ്മിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് വാർണിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യേണ്ടത്. എന്നിട്ടാണ് വാർണിംഗ് കൊടുക്കേണ്ടത്. അതൊക്കെ കേരളത്തിലുണ്ടാവും. ഇന്ത്യയിലെ സൂപ്പർ മോഡലായിട്ട് അത് ചെയ്യും. അത് ചെയ്തേ മതിയാവൂ. കാരണം കാലം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഇത് ചെയ്യാതെ മാറി നിന്ന ഓരോ പ്രളയവും ഓരോ പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ രക്ഷാപ്രവർത്തനത്തിന് പോവാം. ഇന്നിവിടെ ഈ കോൺക്ലേവിൽ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് വളരെ അർത്ഥപൂർണമായ ഒരു ചർച്ചയുണ്ടായിരുന്നു എന്ന് ഞാൻ പറയട്ടെ. നമുക്ക് സമയം വളരെ വൈകിയതുകൊണ്ടാണ് ഒരു ചോദ്യം കൂടി. ഇവിടെ ട്രാഫിക് ജാമിനെ കുറിച്ച് നമ്മുടെ കണ്ടെയ്നർ ടെർമിനൽ വെഴിഞ്ഞാം കമ്മീഷൻ ചെയ്യണേന്ന്, അത് കഴിഞ്ഞ് റോഡ് വരികയാണ്. റോഡ് മാർഗം കണ്ടെയ്നർ തമിഴ്നാട്ടിലേക്കും കർണാടകത്തിലേക്കൊക്കെ പോകാൻ പോവുകയാണ്. അപ്പോൾ തമിഴ്നാട്ടിലേക്കുള്ള കണ്ടെയ്നേഴ്സ് കൊല്ലം വഴി പുനലൂർ വഴി തമിഴ്നാട് വഴി തിരിച്ചു വിടേണ്ടിയിരിക്കണം. ഇവിടെ ഇപ്പം തന്നെ ഞങ്ങൾക്ക് ഇവിടെ എറണാകുളത്ത് ഒരു റോഡ് വഴിയും സഞ്ചരിക്കാൻ ഒരു അവസരവുമില്ല. അത്ര മോശമാണ്. ഇനി അതും കൂടി ഇങ്ങ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ദിവസം 2 മണിക്കൂർ 3 മണിക്കൂർ ട്രാഫിക് ജാമിൽ കിടക്കുകയാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും തമിഴ്നാട്ടിലേക്കുള്ള ഈ കണ്ടെയ്നർ പാസേജ് കണ്ടെയ്ൻ ചെയ്തിട്ട് തമിഴ്നാട് വഴി പോകണം. കറക്റ്റാണ്. പോർട്ട് ഡെവലപ്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പോണന്റ് ഒന്ന് റോഡ് കണക്ടിവിറ്റി, റെയിൽ കണക്ടിവിറ്റിയാണ്. അത് കൃത്യമായിട്ട് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഒരു 12,000 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് ഉണ്ട്, ഒരു റോഡ് കണക്ടിവിറ്റി വിഴിഞ്ഞത് എന്നുള്ളത്. 3,000 കോടി രൂപ സ്റ്റേറ്റ് കൊടുക്കണമെന്ന് പറയാം. ഞങ്ങൾ അപ്പം തന്നെ തീരുമാനമെടുത്ത് കേന്ദ്ര ഗവൺമെന്റിനെ അറിയിച്ചു. ഒരു 5 വർഷം മുമ്പായിരുന്നെങ്കിൽ അത് 1,600 കോടി കൊടുത്താൽ മതിയായിരുന്നു. അത് ചെയ്തില്ല. ഇപ്പം അത് ചെയ്യുവാണ്. അതാണ് പറഞ്ഞത്, ഈ നമ്മളിത് കണ്ടില്ല എന്ന് പറഞ്ഞത്. റോഡ് കണക്ടിവിറ്റിയും റെയിൽ കണക്ടിവിറ്റിയും കഴിഞ്ഞ 10 വർഷമായിട്ട് ചെയ്തില്ല. ആ റോഡ് കണക്ടിവിറ്റി റെയിൽ കണക്ടിവിറ്റി ചെയ്തിരുന്നുവെങ്കിൽ ഇപ്പോൾ വിഴിഞ്ഞത്തുള്ള എക്സ്പോർട്ട് ഇമ്പോർട്ട്മെന്റ് ആക്ടിവിറ്റീസ് തുടങ്ങിയതിൻ്റെ 100 ഇരട്ടി അതിൻ്റെ ഗുണം നമുക്ക് കിട്ടുമായിരുന്നു. അത് പ്രയോറിറ്റൈസ് ചെയ്യണം. ഞാൻ നേരത്തെ ഒരു വാക്കുകൂടി പ്രസംഗത്തിൽ പറഞ്ഞു. കാരണം ഡെൻസിറ്റി ഓഫ് വെഹിക്കിൾസ് കേരളത്തിൽ വളരെ കൂടുതലാണ്. ഇതിൽ നിന്നും നമ്മുടെ ലോജിസ്റ്റിക്സ്, നമുക്ക് ബാർജ് ലോജിസ്റ്റിക്സ് ആയിട്ടും വെസൽ ലോജിസ്റ്റിക്സ് ആയിട്ടും നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇതിൻ്റെ 1/4 എക്സ്പെൻസിൽ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ റോഡ് കുറേ കൂടെ ഫ്രീ ആക്കാൻ പറ്റും. ഞങ്ങൾ ഓയിൽ കമ്പനികളായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓയിലിൻ്റെ മൂവ്മെൻറ്റ്, ഗ്യാസിൻ്റെ മൂവ്മെൻറ്റ്, ഹസാഡസ് ആയിട്ടുള്ള കെമിക്കൽസിൻ്റെ, മെറ്റീരിയൽസിൻ്റെ മൂവ്മെൻറ്റ് കുറേ കൂടെ ആക്കാം. ഈ 18 പോർട്ടുകളും നമുക്കൊന്ന് ആക്റ്റീവാക്കി കൊണ്ടുവരണം. ഓരോ പോർട്ടിലേക്കും ഓരോ ഡെവലപ്മെൻ്റ് ഉണ്ട്. അപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഈ റോഡ് കൂടിയുള്ള ഈ ഇതിൻ്റെ മൂവ്മെൻറ്റ്സ്, ഇപ്പോൾ ഒരു സ്പീഡ് റെയിൽ വന്നപ്പോൾ ഞങ്ങൾ റിജക്റ്റ് ചെയ്യാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ അതൊന്നും കൂടി നന്നാക്കി തരണം എന്ന് പറയാനുള്ളൊരു കാരണം, ആ റെയിലിൻ്റെ കണക്ടിവിറ്റിയിൽ പാസഞ്ചർ ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു സ്പീഡ് കണക്ടിവിറ്റി ഉണ്ടാക്കിയിട്ട് പാസഞ്ചർ മാത്രം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഓടുമോ? അത് ലോജിസ്റ്റിക്സ് മൂവ്മെൻറ്റിന് വേണ്ടി കൂടിയുള്ള സംവിധാനം വേണം. അത് ഞങ്ങൾ കണ്ടെത്തിയ ഒരു കറക്ഷനാണ്. ഇത് വലിയ പ്രയോറിറ്റി ഉള്ള ഒരു കാര്യമാണ് അങ്ങ് പറഞ്ഞത്. തീർച്ചയായിട്ടും ഇത് ചെയ്യും. അപ്പം മുഖ്യമന്ത്രി പഠിക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ചോദിക്കാൻ തന്നെ വലിയ വിഷമമാണ്. അപ്പം നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഇനിയും ഉണ്ടാവുമെന്നറിയാം. ഇത്രയും വൈകിയതുകൊണ്ട് നമ്മൾ ഈ സംഭാഷണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വളരെ വ്യക്തതയോടുകൂടി എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകിയ മുഖ്യമന്ത്രിക്ക് പ്രത്യേകം നന്ദി പറയുന്നു. നമ്മുടെ കോൺക്ലേവ് ഇവിടെ സമാപിക്കുകയാണ്. വൈകിയാണെങ്കിലും ഈ ചടങ്ങിൽ പങ്കെടുക്കാനും ഈ ഇൻട്രാക്ഷനിൽ പങ്കെടുക്കാനും കഴിഞ്ഞുള്ള സന്തോഷം ഞാനും പങ്കുവയ്ക്കും. നന്ദി ശ്രീ വി ഡി സതീശൻ, ശ്രീ ജോണി ലൂക്കോസ്. മുഖ്യമന്ത്രിക്ക് കോൺക്ലേവ് വേദിയുടെ സ്നേഹം അറിയിക്കാൻ ഞാൻ ക്ഷണിക്കുന്നു ശ്രീ ഹർഷ മാത്യു, ചീഫ് റെസിഡന്റ് എഡിറ്റർ, മലയാള മനോരമ.